ചക്രവാളങ്ങൾ പകരുന്ന ശോണിമ സന്ധ്യയായാൽ പോയി മറയും. സന്തോഷമാകിലും സന്താപമാകിലും മരിയേ നിൻ രൂപം മായുകില്ല. ചക്രവാളങ്ങൾ പകരുന്ന ശോണിമ സന്ധ്യയായാൽ പോയി മറയും. സന്തോഷമാകിലും സന്താപമാകിലും മരിയേ നിൻ രൂപം മായുകില്ല. ആയിരം കോടി ജന്മങ്ങൾ തന്നാലും അമ്മയില്ലാതൊരു ജന്മം വേണ്ട. ആയിരം കോടി ജന്മങ്ങൾ തന്നാലും അമ്മയില്ലാതൊരു ജന്മം വേണ്ട. ആയിരം പൊൻവെള്ളി നാണയം തന്നാലും അമ്മയെ കൂടാതെ ഒന്നും വേണ്ട. ആയിരം പൊൻവെള്ളി നാണയം തന്നാലും അമ്മയെ കൂടാതെ ഒന്നും വേണ്ട. ഈ മണ്ണിലെ ജീവിതത്തിൽ അമ്മയാണെന്നും എന്നാശ്രയം. ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ ഇടയാടവും വിജയത്തിൻ്റെ കൊടിയും രക്ഷകനായുധമായിരിക്കണമേ. അതിൻ്റെ പക്ഷം നിങ്ങളെ സമ്മേളിച്ച് ഏകരമായ ശക്തിയാൽ നിങ്ങളെ കാത്തുകൊള്ളണമേ. ശുഭചിഹ്നം താൻ ശ്രീവാ വിജയക്കൊടിതാൻ ശ്രീവാ നമ്മെ രക്ഷിച്ചു. ശ്രീവായിൽ പുകഴുന്നു എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രാപവും കോഴ്ചയും അനുഭവാത നിലവിലും എല്ലായ്പ്പോഴും സദാ നേരത്തിനും ഇടപെടാതെ ഞങ്ങളെ യോഗ്യരാക്കണമേ. ശ്രീവായത്തിന് സഭയ്ക്ക് കോട്ടയാക്കിയതിന് നിന്യാവസ്ഥ തൻ്റെ മണവാട്ടിക്ക് അപമാനമാക്കി കർത്താവിന് ശ്രീ എനിക്ക് ഈ കുടിമരത്തിൻ്റെ ഉദാശകൾ നിർവഹിക്കുന്ന ഈ സമയം സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങൾ ആയുഷോടുകൂടിയിരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളെ പാപത്തിൽ തഴപ്പിച്ചിരുന്ന ഞങ്ങളുടെ വർഗത്തെ ദർശിച്ചിട്ട് ഭാവികളും വെട്ടുകാരുമായ ഞങ്ങളെ ഉദ്ധരിച്ച് രക്ഷിക്കുവാൻ വേണ്ടി കരുണയോടെ നീ ശ്രീഭാവരത്തിന്മേ തൂക്കപ്പെട്ടു. ആകയാൽ നിന്റെ വിശുദ്ധ ശ്രീവായു പ്രകാരം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്ദിക്കുന്നു. ശ്രീഭാ തോലുപാത ആയുധമാകുന്നു. ശ്രീഭാ വീണുപാത കോട്ടയാകുന്നു. ശ്രീഭാ സുജാതികളെ ചിത്രിക്കുന്നു. എല്ലാം ശത്രുക്കൾ അതിനാൽ ഞങ്ങൾ യേശുവിനെ വരിച്ചിരുന്ന നാമത്തിൽ ശ്രീവാവെന്നു വെല്ലുന്നു. അതെന്നൂട്ടായുള്ള ോളിൽ
പ്രാർത്ഥിപ്പിൻ ശ്രീഹന്മാരെ കർത്താവോടായി. ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ഉടനെ തന്നെ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. ഇടവക യുവജന പ്രസ്ഥാനം ഇടവകയ്ക്ക് വേണ്ടി നൽകിയ ഈ കൊടിമരം സന്തോഷത്തോടെ ഇടവക സ്വീകരിക്കുന്നു. ഇന്ന് തിരുമനസ്സുകൊണ്ട് കുദാശകളുടെ പ്രത്യേകമായ ഭക്തിയാദരവുകൾ അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ പ്രതി മനസ്സോടെ വീട് കുരിശിൽ സഹിച്ച് മരിച്ച കല്ലറയിൽ നിന്നുയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് ജീവൻ തന്ന ഞങ്ങളെ വിഷയാതമ്പുരാനെ ഞങ്ങളെ കാവലിനു വേണ്ടിയും അനുഗ്രഹത്തിനു വേണ്ടിയും സജീവമായ നിലകുരിശ് എന്നിവിടെ ഞങ്ങൾ സ്ഥാപിക്കുന്നു. ഞങ്ങളെ ഇതിനാൽ സന്തോഷിപ്പിക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളിൽ വസിപ്പിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ സന്ദർശിച്ച് ആർദ്രതയോടെ ഞങ്ങളുടെ രോഗവും വേദനയും സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ കരുണയാൽ കോപസൂചകങ്ങളായ എല്ലാ ശിക്ഷകളിൽ നിന്നും താടനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണയണമേ. നിന്റെ കരുണയുടെ ബൗദ്ധത്തിൻ പ്രകാരം എന്റെ ലംഘനങ്ങൾ വായിച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിരോധനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്റെ ആനന്ദവും സന്തോഷവും ഉടനെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. അപ്പോൾ നിന്റെ ക്രമക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും. ഭാവികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല. ഹോമബലികളിൽ നിലപാടുമില്ല. ദൈവത്തിന്റെ ബലികൾ നാട്ടിലുള്ള ആത്മാവാകുന്നു. ദൈവം തുടങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. ദൈവമേ, പോവാനെ കുരിശാൽ ബോധം ചേർത്തോന്റെ സഭയിൽ തുഷയോ പ്രജകൾ തന്റെ ക്ഷയമേകി ദേവേശ ചെയ്യുക. ക്രോശകർണിച്ചു വിശ്വാസികളായ സഭയും സുതരോ കുരിശോട് സവിതേ വന്ദിപ്പോ ദേവേശ ചെയ്യുകയും എന്റെ സമാധാനത്താൽ സമമോടുമോ നൽകി സ്ലീബാമൂലം ഞങ്ങളുടെ പാപം പോകിടുക. ദേവേശ കുരിശിൻ സ്ഥാപനയിൽ സുതിപാടാറാക്കിയ പ്രാബല്യാൽ കേടൻ രക്ഷിതരാവാൻ ദേവേശ കുരിശിൻ പക്ഷത്തിൽ കാക്കുക സഭയിൽ സോദരയോ ശിക്ഷകൾ നീക്കണമേ. ദേവേശ ചെയ്യുക കാരുണ്യം. ഫലമോ
കൃപസുതരിൽ മഹിമേറെല്ലാമേവും നവമന്ദിരമതിലേറും കന്യകമാനാലേ ജനകർക്കുപകാരം മയിടും നിന്മകൾ തങ്കപ്പണിയാണ് അതാൽ അവൾ ഭൂഷിതയായി ായി മന്നൻ സവിധേ അവളുടെ പിൻപേ കാഴ്ചകൾ വേറെ പോകന്യക സഖികൾ മോദമോടാനന്ദത്താൽ അവർ രുതേ പരിശുദ്ധി ഞങ്ങൾക്കായുള്ള ഞങ്ങളിലാഗ്രത തോന്നിയ ഏകാത്മജനോട സമൻകാല നാം എല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നത്യവും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. തന്നെ നിർമ്മലമായ ശുദ്ധീകരിക്കുകയും തന്നെ ഒളിപ്പിച്ച ചെറിയവളെ വളർത്തി മഹതീകരിക്കുകയും തന്റെ മാതാവിനെ വിശ്വാസികൾക്ക് തങ്കസ്ഥാനമാക്കുകയും ചെയ്ത കർത്താവിനെ സ്ത്രീ മാതാവിന്റെ സ്മാരകമായി ഈ ശ്രീഭാവപ്പെടുന്ന ഈ സമയത്ത് നേരങ്ങളിലും കാലങ്ങളുടെ സമയങ്ങളിലും എക്കാലമൊക്കെയും സ്തുതിയും മാനവാരാധന എനിക്ക് യോഗ്യമാകുന്നു. ഭാഗ്യപൂർണമായ നിന്റെ മാതാവിന്റെ പ്രാർത്ഥന നിങ്ങൾ സമർപ്പിച്ച് നിന്നിൽ ഞങ്ങൾ സങ്കേതം പ്രാപിക്കുന്നു. പാപദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്റെ മാതാവിന്റെ പ്രാർത്ഥനയുടെയും അവളുടെ സ്മാരകമായ നിന്റെ ശ്രീഭായുടെയും ശക്തിയാൽ കോപസൂചകങ്ങളായ എല്ലാ ശിക്ഷകളിൽ നിന്നും താടനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. സത്യവിശ്വാസത്തിൽ ഞങ്ങളെ സ്ഥിരീകരിക്കണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ ബന്ധിക്കണമേ. പുണ്യപ്രവർത്തികളാൽ ഞങ്ങളെ ശ്രദ്ധരാക്കണമേ. വാഴ്ത്തപ്പെട്ട മാതാവിനെ ഞങ്ങൾ സദാ പോറ്റുകയും അവളുടെ പ്രാർത്ഥനയാലും നിന്റെ ശ്രീകായാലും സഹായം കൈക്കൊള്ളുകയും നിന്റെ സ്തുതി ഗായകന്മാരുടെ ആനന്ദത്തിൽ ചെന്ന് വരികയും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവരോടുകൂടി ഞങ്ങളും പരിശുദ്ധ സഭയുടെ എല്ലാ പ്രജകളും നിനക്കും നിന്റെ വന്ധ്യാപിതാവിനും പരിശുദ്ധമായിരിക്കും. സ്തുതിയും സ്തോത്രം ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓ ശുഭാൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. മാതാ പ്രാർത്ഥിക്കുന്നങ്ങൾ നിന്നിൽ ജാതനദാംസുതനോട് യാചിക്ക. കൃപയോടെ ഞങ്ങൾ ഇന്ന് ലിഖിതം പോക്കി അന്ത്യം വരതിൻ വരവിൽ ശിക്ഷയിലേറ്റായവ. നിന്നർത്ഥന തുണയും കോട്ടയുമാകേണമേ. ദൈവത്തിൻ ജനനീ നിർമ്മലയാകന്നി സഭമക്കൾക്കായാചന ചെയ്യണമേ. ഭീകര വിപ്ലവവും കലകവും പോരുകളോ ക്ഷോണിയിലാവൃതമാവൃതയോട് വാർപ്പു. ഹാലേലുയ്യ യൗഹാലേലുയ്യ
നിന്നാർത്തന തുണയും കോട്ടയുമാകേണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും നിന്റെ മാതാവായ പറയാവിന്റെ സ്മാരകമായ ഈ ശ്രീബായെ അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹ കാരണമായിരിക്കണമേ. ഇതുമൂലം ഈ ദേശനിവാസികളും സംരക്ഷിതരമാക്കണമേ. എല്ലാ ദുഷ്ടപിശാചുകളും കോസൂചകമായ ശിക്ഷകളും ഇതിനാൽ നീങ്ങിപ്പോകണമേ. നിർമ്മല കന്യമാതാവിന്റെ മധ്യസ്ഥയാ ഞങ്ങളെല്ലാവരും എല്ലാ പ്രകാരണയും അനുഗ്രഹവും സഹായവും പ്രാപിക്കണമേ. ഇന്റെ എല്ലാ നന്മകളെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. പാറയ്ക്കുമോ വന്യതായേ നിന്നാർദ്ദനതോണയാഗങ്ങൾക്ക് നിന്യാജനകേട്ടങ്ങൾക്ക് അമീശൻ പോണ്യ തോണയാജീവോർ കവയമതായോ നിർമ്മലമാതാനേ ശ്രീധരാമങ്ങളിലങ്ങേ തുണചേരണമേ. സുരനേശോണങ്ങൾ യാചിക്കണമേ. കോപം പോകി കരുണയവരിൽ വർഷിച്ചേ മാതൃസ്മാരകമാമിതിലെ ഗോഗനാഥ ശക്തി ഇതിനെ ബഹുമാനി പോലിൽ നീ തുണചേരണമേ. പ്രാപിക്കണമേ. രോഗം പീഡകൾ ക്ലേശങ്കൃപയാൽ പോക്കിടേണമേ. 9 മാസം നിന്നെ ദേവാൽവേദനെ ശിക്ഷകളെല്ലാം നീക്കണേ. ഇതെല്ലാം ഭയക്കൊള്ളുകയും ഇതിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഭക്തജനത്തിന്റെ സഹായത്തിനും തുണയ്ക്കും അനുഗ്രഹത്തിനും കാവലിനുമായി ഈ കുരിശ് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ വാഴ്ത്തപ്പെട്ട വെളിപ്പാക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. Veniono ito gadiso ശത്രുക്കളെ ശിപ്പിച്ചു ോലം പാതാവിനോലം ശ്രീഭാവിദ്വേഷിയെ വെന്നു ശ്രീഭായെ സാക്ഷിച്ചോർക്കായി ശ്രീഭായാകട്ടെ കോട്ട സൗമ്യൻ കാലസ്കുറിയേലായി സോം ദുഷ്ടനെ
ഇത് ധരിക്കണം നമ്മൾക്കുന്നതിയുണ്ടാകും പാർക്കുമോ. സിയോനിൽ നിന്നും പോയോ മൃതനസികളിൽ മീതെ ചൊരിയട്ടെ കരുണപ്പാലേ മുറിവായി നിലയുവതായി യെരൂശലേം ഗൊൽഗൊഥായിൽ ക്രൂശിതനാമീശോ സ്തോത്രം പാറവിളർന്നു തന്തുനിയാൽ ഹൃദയത്തിൽ സ്തോത്രം പാടി. തിരുപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആ മറ്റനുഗ്രഹങ്ങളും കൃപകളും ആശ്വാസവും നടത്തിപ്പും എല്ലാവരോടും, പ്രത്യേക ഇത് ദാനമായി ദേവാലയത്തിന് നൽകിയവരോടും കടന്നു വന്നിരിക്കുന്നവരോടും എല്ലാവരോടും എല്ലാ കാര്യങ്ങളോടും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇതിനെ വളരെ സഭയുടെ അഭിമാനമായിരിക്കുന്ന പഞ്ചായത്ത് ബോർഡിലെ രജിസ്റ്ററിയ വിവിധ പ്രസ്ഥാനങ്ങളുടെ സെക്രട്ടറി പ്രസ്ഥാന അംഗങ്ങളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ബഹുമാന്യനായ വേദാന്തീസത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ന് നാം കാണുന്ന ഈ ദേവാലയം പണിതത്. ബഹുമാനപ്പെട്ട PKUSന്റെ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന സഹകരണത്തോടുകൂടി ഈ ദേവാലയം ഇപ്പോൾ കാണുന്ന രൂപത്തിലും ഭാവത്തിലും ദേവാലയത്തിൻ്റെ മനോഹരമാക്കി ബഹുമാനപ്പെട്ട ദിലീപന്റെ കാലഘട്ടത്തിൽ സതീശനം പ്രതിസ്ഥാപനത്തിൻ്റെ കാലഘട്ടത്തിൽ പുതിയ ഒന്നുകൾ മനോഹരമായി പണിയുവാനാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗോദേശിന്റെ കാലഘട്ടത്തിൽ കെട്ടിടം മനസ്സിലായ മനോഹരമായി പണിയുവാനായിട്ട് സാധിച്ചു. ഇതിൽ പറയുന്നത് ബഹുമാന യോഗോദേശിന്റെ കാലഘട്ടം മുതൽ ഇതുവരെ
ദേവാലയത്തിലെ ഓരോ വർഷങ്ങളും വളരെ ദൈവത്തിൻ്റെ അവിടുത്തെ കൃപയാൽ ദേവാലയം മനോഹരമാക്കണമെന്ന് കലാകാലങ്ങളിലുള്ള പഴയ കമ്മിറ്റി അംഗങ്ങൾക്ക് വികാരികളാണ് സർവ്വതോട് സാധിച്ചു. അതിനൊരു പിന്തുടർച്ചയായിട്ട് 2011-2009 ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ പൊതുയോഗം ഒരു മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാനിൻ്റെ ഇതുവരെയില്ലാതെ ആണ് ഇപ്പോഴും ദേവാലയത്തിൻ്റെ കാര്യങ്ങൾ ഒരു പിടിച്ചുകൊണ്ടിരിക്കുന്നു. ജനാധിപത്യ സംഘം തുടങ്ങി വിദ്യാഭ്യാസ സംഘം തുടങ്ങി സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിൽ ഒക്കെ തുടങ്ങിയ ബലഹീനനായ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചെയ്യുവാനാണ് നമ്മുടെ അനുയായിക്കുന്ന നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. അതിനെ പ്രോത്സാഹനം നൽകുന്നത് ഇവരുടെ ക്രിസ്ത്യയും സെക്രട്ടറിയും മാനസിക കമ്മിറ്റികളും അതിലുപരിയായി ഇവരുടെ മുഴുവൻ ആളുകളുടെ സഹകരണം. ദേവാലയവും അതിൻ്റെ പരിസരവും മനോഹരമാക്കുന്നത് ഏറ്റവും ആവശ്യം. കാരണം അത് എപ്പോഴും പറയാറുണ്ട്, ദൈവം വസിക്കുന്ന ആലയം അത് ഏറ്റവും വിശുദ്ധമായിരിക്കണം, ശ്രേഷ്ഠമായിരിക്കണം. അതിനേക്കാൾ വിശുദ്ധിയോടുകൂടി നമുക്ക് ഒന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല. ദേവാലയത്തിൻ്റെ പരിസരത്ത് വരുമ്പോൾ തന്നെ അവിടെ ദൈവിക സാന്നിധ്യം ഉണ്ടാകണം. ഹൈന്ദവ സഹോദരങ്ങൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ കോമ്പൗണ്ടിൽ പോലും ചെരുപ്പിടാറില്ല എന്ന കല്ലുപ്പാറകളിൽ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ അവർ കല്ലുപ്പാറകളിലേക്ക് വരുമ്പോൾ അവരുടെ കോമ്പൗണ്ടിൽ പോലും ചെരുപ്പിടാറില്ല. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ അന്നുതൊട്ട് ദേവാലയത്തിൻ്റെ പരിസരം പോലും പവിത്രമാണെന്നൊരു ധാരണ ലഭിക്കുവാനായി ഇടയായി. ആ അനുഭവത്തിലാണ് ഈ പരിസരം ഇന്ന് കാണുന്ന രീതി മനോഹരമാക്കി കൊണ്ടുപോകാൻ വേണം. മുഴുവൻ കാണുന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തു ആത്മാർത്ഥമായ സഹകരണത്തോട് സാധിച്ചു. ഇതിന് ബാക്കി ഭാഗങ്ങളും പൂർത്തിയായിട്ടുള്ളൂ. അതിനുവേണ്ടി സഹകരിച്ചവരെ എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് തന്നതാണ് 30 നാളുകളോടുകൂടിയായിട്ട് പ്രതിഫലം നൽകുകയെന്ന് പ്രാർത്ഥിക്കുന്ന ആശംസിക്കുന്നു. പ്രത്യേകിച്ച് അഭിമാനിക്കാനായിട്ട് കാരണം മറ്റൊന്നുമല്ല, ഈ ഇടവകയിൽ സദസ്സ് വളരെ ഭംഗിയായി നൽകുന്ന ഒരു സദസ്സുകളുണ്ട്. ശ്രീസമാജം വലിയ ആളുകളുണ്ടെങ്കിലും അവിടെ ചെറിയൊരു ശ്രീസമാജമുണ്ട്. ഭദ്രാസനത്തിന് അകലെ മേഖലയിൽ ഒരു ശ്രീസമാജത്തിന് ബാഹ്യം കഴിക്കുന്ന ശ്രീസമാജ അംഗങ്ങളുണ്ട്. ഇവരെ നിർദ്ദേശം മണ്ഡലത്തിലായിരിക്കും ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. പൂർവികരായ യുവജന അംഗങ്ങളെ ആദരിക്കുന്നു. ഇത് എപ്പോഴും നമുക്ക് വേണ്ട ഒരു വസ്തുതയാണ്. ഇതിൻ്റെ നാളുകൾ ദീർഘമാകാനായിട്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നാട്ടുകാരെ ഓർക്കുകയും അവരുടെ വിശ്വാസം അനുവദിക്കുകയും ജീവിതസ്ഥാനം അനുവദിക്കുകയും നമ്മുടെ നടത്തിയവരെ ഓർക്കുക എന്ന് പറയുന്നത് ഒരു ഗുരുത്വത്തിൻ്റെ ഭാഗമാണ്. ഒരു സഭയുടെ നട്ടല്ലാണ് സദസ്സുകളെന്ന് ഞാൻ പറയുന്നുവെങ്കിൽ സഭയുടെ ഹാർട്ടാണ് യുവജനപ്രസ്ഥാനം. അതിന് രക്തശതമാനം ശക്തമാണ് ശ്രീസമാജം എന്ന് പറയും. മലയാള കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് സഭയാകുന്ന ശരീരം സജീവമാകുന്നതിന് യാതൊരു സംശയം. ആ ഒരു നിലയിൽ ഈ ഇടവകയിലെ യുവജനപ്രസ്ഥാനം ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ കാര്യങ്ങൾ ചെയ്യുന്ന അവരെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ പ്രത്യേകിച്ച് വിഭജനപ്പെട്ട് ഇടവകയെ മുഴുവൻ ആളുകളുടെ സഹകരണത്തോടുകൂടി മുൻകാലഘട്ടത്തിലുള്ള സഹകരണത്തോടുകൂടി ഇപ്രകാരം കൽപ്പൊടി മരം 1,00,000 രൂപ ഇവിടെ ചെലവോടുകൂടി ഇടവകയിൽ നൽകുന്നു. ഇതോടൊപ്പം തന്നെ അവയുടെ ബോധവൽക്കരണം നടത്തുന്നു എന്നുള്ളതിൽ അങ്ങേയറ്റം സന്തോഷമാണ്. എന്ന് അഭിമാനിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനെക്കുറിച്ച് എത്ര പറയാനും എനിക്ക് മതിയാകില്ല. ഞാൻ വലിയ കഴിയുമ്പോൾ എൻ്റെ വാഹനം വാഹനമായിട്ട് ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് അന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എന്ന് പറയുവാനായിട്ട് സാധിക്കും. കണ്ടാലിൻ്റെ ടെസ്റ്റ് വേണ്ടി പരിശുദ്ധ സെൻട്രൽ സെക്രട്ടറി വൈദ്യസികരായ നിങ്ങളുടെയൊക്കെ മാതൃകാവ് അറിയാവുന്ന നല്ല വേദശാസ്ത്ര ഗുരു, നല്ല ബാക്കി അതിലെല്ലാം കൂടിയ എൻ്റെ മനസ്സിൽ അതിൻ്റെ വ്യവസായം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുതയാണ്. അന്ന് ഞങ്ങളോട് പഠിക്കുന്ന സമയത്ത് ഇതിൽ എപ്പോഴും കൺവെൻഷൻ പ്രസംഗം ദിവസങ്ങൾ വൈകിട്ട് പോകും. രാത്രി 12 മണിക്ക് തന്നൂരും 12 മണിക്ക് വന്നാൽ നേരെ ചാപ്പിൽ പോയി നമസ്കരിക്കും. രാത്രി 5 മണിക്ക് നടക്കുന്ന രാത്രിയോടക്കാല ശിക്ഷയിലും ഞങ്ങളെക്കാളും ഒക്കെ മുന്നിൽ തിരിയുകയാണ്. പ്രാർത്ഥന അണ്ണുവിട അതിൻ്റെ സാന്നിധ്യം പറയുന്നതിന് ശ്രമിക്കുക. പ്രാർത്ഥന അണ്ണുവിടാതെ നടക്കുന്ന വന്യനായ നമ്മുടെ തിരുമേനി നമുക്ക് സഭയ്ക്ക് ഇന്നും അഭിമാനമാണ്. നമ്മുടെയൊക്കെ അനുഗ്രഹത്തിന് വിധാനമാണ് അതിൻ്റെ തിരുമേനി എന്ന് വളരെ ആഗ്രഹത്തോടുകൂടി അവർ ചെയ്തു. ശ്രേഷ്ഠ ശിഷ്യനെന്നതിന് അങ്ങനെ തെളിയ ശിഷ്യൻ
നൽകുന്ന വർദ്ധിക്കാം. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിവാഹം നടത്തി അനുഗ്രഹിച്ചതും അഭിനന്ദനായ തിരുവനന്തപുരമാണ്. ഇതിൽ ഒത്തിരി കടപ്പാടുണ്ട്, അതിന് തിരുവനന്തപുരമുണ്ട്. ഇതിനുവേണ്ടി ഇന്ന് ഈ മീറ്റിംഗിന്റെ അധ്യക്ഷം വഹിച്ചതിൽ സന്തോഷമുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി സഭയെ ഇതിനെ സ്വാഗതം ചെയ്യും. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് ജസ്റ്റിസ് ജേക്കബ് എല്ലൂഷിയാണ്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മനുഷ്യ അവകാശ കമ്മീഷൻ ചെയർമാൻ. പാറ്റ്ന ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ സേവനം അനുഷ്ഠിച്ചു. കേരള ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മുൻ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിലെ അറിയപ്പെടുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അതിലെല്ലാത്തിലും ഉപരിയായിട്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനം. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വികാരിസിൽ ഒട്ടേക്ക് എടുക്കാനായിട്ട് സാധിച്ചു. ആറാട്ടുപുര സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ മാതൃപിതാവ്. തിരുവനന്തപുരം കുമാരപുരം ഇടവകയിലാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്നത്. എല്ലാ ദിവസവും അദ്ദേഹം സ്ഥലത്തുള്ളപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യാനമസ്കാരത്തിന് പോകും. എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ കഴിവുള്ളവർക്കും വിശദമായ ഒരുക്കത്തോടെ അനുഭവിക്കും. ഇത് വികാരിയസിന്റെ സാക്ഷ്യമാണ് പറയുന്നത്. ഒരു ഓർത്തഡോക്സ് വിശ്വാസി, ഇത്രയും തിരക്കുള്ള ഒരു ഓർത്തഡോക്സ് വിശ്വാസി എല്ലാ ദിവസവും കഴിവുള്ളവർക്കും സഭയുള്ള ദിവസങ്ങളിൽ സന്ധ്യാനമസ്കാരത്തിന് കടന്നു വരുമ്പോൾ നമ്മളൊക്കെ നമ്മളോട് തന്നെ നമ്മൾ എവിടെയാണ് എന്ന് ചോദിക്കുക. ഇത് പകുതി തിരക്കും പോലും നമുക്കില്ല. ഇവിടെയാണ് ഞാൻ പറയും, ഉത്തമനായ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയെ നമുക്ക് ഇന്ന് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുവാനുള്ള നമുക്ക് ലഭിച്ചു. അത് ദൈവകൃപയാണ്, മാതാവിൻ്റെ കടമ. അതിന് വളരെയധികം ഒരു ഓർത്തഡോക്സ് വിശ്വാസം നമുക്ക് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ സംഘടനയോടൊപ്പം ഇന്ന് വിശുദ്ധമായി നമ്മളോടൊപ്പം പങ്കാളിയായി വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. മുഖ്യ പ്രഭാഷണം നടത്തുന്ന അഭിനന്ദന പ്രഭാഷണം നടത്തുന്ന വർഗീസ് സാറ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം മേധാവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സഭയുടെ നല്ലൊരു വിശ്വാസി, മൗണ്ട് ഓർത്തഡോക്സ് പള്ളി തിരുവാങ്കം സഭയുടെ വാർഷിക കമ്മിറ്റി അംഗം, എത്തിയോസത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നു. ഇവരെ രണ്ടുപേരെ ഓർക്കുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തൊരു സഭയുടെ രണ്ട് മക്കൾ വാർഷിക കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ മനഃശാസ്ത്ര വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ഒരാൾ വാർഷിക കമ്മിറ്റി ഉണ്ടാവുക, നമ്മൾ വിളിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ വരിക. അത് എത്രമാത്രം ദൈവവിശ്വാസവും ഉപരിയായി സഭയോടൊപ്പമുള്ള കടമയും കടപ്പാടും വിധേയത്വം ഒക്കെ കാണിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സഭ സന്തോഷിക്കുന്നു എന്നതിന് യാതൊരു സംശയമില്ല. ബഹുമാന്യനായ വർഗീസ് സാറിനെ സമീപം ഇടയിലേക്ക് പുതിയ ക്ലാസ് എടുക്കുന്നതിനും ഇതിനുവേണ്ടി ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിനു വേണ്ടി സ്വാഗതം ചെയ്യും. നമ്മുടെ സമീപ സ്ഥലത്തുണ്ടായിരിക്കുന്ന ബഹുമാനനായ കോട്ടയം ബസീറ ആദരിക്കുന്ന ചടങ്ങിലെ പ്രഭാഷണം പറഞ്ഞിരുന്നു. വിഷുവിനുള്ള അദ്ദേഹം നിലത്തിലാണ് അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിന് അദ്ദേഹത്തെ ഒരാളെ സംബന്ധിച്ച് പ്രത്യേക സാഹചര്യങ്ങളിലും വരാനാണ് അദ്ദേഹത്തെ നന്ദിയോടെ സ്നേഹത്തെ സ്മരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ പോലെ ഇടപെടുന്ന ഒരു വ്യക്തിത്വമുണ്ട്. മറ്റാരുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ജയരാജ് എന്ന കേസാണ്, ഡോക്ടർ ജയരാജ് എന്ന കേസാണ്. ഏത് കാര്യങ്ങളും ഇടവയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഇടവുകൾ സമയം സൂക്ഷിക്കുമ്പോൾ അന്ന് മുതലുള്ള സ്നേഹബന്ധം ഇന്നും അദ്ദേഹവുമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എപ്പോൾ പറഞ്ഞാൽ ഏത് കാര്യങ്ങൾക്കും കൂടുതലും ഇപ്പോൾ പ്രത്യേകിച്ച് കടലേക്കാരൻ്റെ ഒരു പ്രത്യേക മുഖച്ഛായ തന്നെ മാറ്റുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. ഉടനെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സൗകര്യം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ വിവര പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി മാധുരി വർഗീസ് എത്തിയിട്ടുണ്ട്. വളരെ സജീവമായി നമ്മുടെ ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്നു. ചുമതലയേറ്റതിനു ശേഷം സന്തോഷത്തോടുകൂടി മാധുരി വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ ഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് ചുമതലയുള്ള ബഹുമാനപ്പെട്ട ലോകനായിട്ടും അച്ഛനെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റി
സുൽക്കെ ഈശോ ഭദ്രാസന കൗൺസിൽ അംഗമാണ്. വർഷങ്ങളായി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. ഭദ്രാസനത്തിലെ പ്രസ്ഥാനത്തിന്റെ പ്രചാരമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാത്തിനുപരിയായി ഈ കൊടിമരത്തിന്റെ കൈക്കൊടിമരം ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണുകയും ഇതിനെ എല്ലാം സംഘടിപ്പിച്ച് അതിന് പ്രോത്സാഹനം നൽകുന്ന സുൽക്കെ ഈശോ എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാക്കില്ല. ഇതിന്റെ കാണുന്ന ആശയം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഇപ്പോഴുള്ള മാനവികതയെ അംഗങ്ങളുടെ മുമ്പിൽ ശക്തമായ പ്രോത്സാഹനം യുവജനങ്ങൾക്ക് നൽകി ഇന്ന് മറ്റുള്ളവരെ പ്രത്യേകിച്ച് മുൻകാല പ്രവർത്തകരെ പരിചയപ്പെടുത്തുന്നത് ഭാഷണം നടത്തുന്ന സുൽക്കെ ഈശോയാണ്. തെസ്സിയാണ്. സുൽക്കെ ഈശോയും സഹോദരത്തോടുകൂടി സ്വാഗതം ചെയ്യും. നമ്മുടെ വാർഡ് മെമ്പറും ഇടവകയിലെ മാലിന്യ വിജയവുമായിരിക്കുന്ന അഡ്വക്കേറ്റ് രജീഷ് കറിയ പരിചയപ്പെടുത്താൻ നമുക്കും കഴിയില്ല. നമ്മുടെ കൂടെ നമ്മളെ എല്ലാ കാര്യങ്ങളും സജീവമായി പ്രവർത്തിക്കുന്ന രജീഷ് കറിയായി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. സഹോദരി ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും നമ്മുടെ ഇടവകയിലെ മുൻകാല പ്രവർത്തകരായ മലയാള പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകരിൽ സെക്രട്ടറിയായിട്ട് സേവനം ചെയ്യുക മാർത്തിജി വർഗീസ് മറുപടി പ്രസംഗം സാറിനെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകമായി അദ്ദേഹത്തെ കെ ജോൺ പ്രകടനത്തിലാണ് എത്തിയിട്ടുള്ളത്. എത്തിയിട്ടുള്ളത് നമ്മുടെ ഇവിടെയുണ്ട്. സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട കെ ജോണിനെയും ഈ രീതിയിലെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളെ സ്വാഗതിക്കുന്നുണ്ട്. ഒരു സ്വാഗതം കൂടി സന്തോഷത്തോടുകൂടി സാറിനെ സ്വാഗതത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിനും പോലെ ഇടവകയിലെ എല്ലാ കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കെല്ലാം ആത്മാർത്ഥമായിട്ട് സമീപിക്കുന്ന എല്ലാവരും ആത്മാർത്ഥതയോടെ ഇത്രയും അഭിനന്ദനമായ എല്ലാവരെയും ആത്മമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന സമീപമായിട്ട് ആളുകളുണ്ട്. അതുപോലെ മറ്റു പലർക്കും വന്നിട്ടുണ്ട്. എല്ലാവരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിനാണ് അനുഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്റെ സ്വാഗത പ്രസംഗത്തിന് നന്ദി. നമ്മുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സിനോഡ് സെക്രട്ടറി കണ്ടനാട് ഭദ്രാസന അധിപരുമായ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേരിയോസ് തിരുമേനിയാണ്. നിരാലംബർക്കും അശരണർക്കും താങ്ങും തണലുമേകുന്ന നിരവധി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വഴി നടത്തുവാൻ അക്ഷീണ പരിശ്രമം ചെയ്യുന്ന വന്യപിതാവാണ് തിരുമേനി. നമ്മുടെ ഇടവകയിൽ യുവജന പ്രസ്ഥാനം വിപണനം ചെയ്യുന്ന പ്രതിഭാ കളിപ്പൗഡറുകൾ അത്തരം സംരംഭങ്ങളിൽ ഒന്നാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അഭിവന്യ തിരുമേനിയെ ഏറെ ആദരവോടെയും ബഹുമാനത്തോടെയും ക്ഷണിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മലങ്കര സഭയുടെ അഭിമാന ഭാഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ജേക്കബ് ബെഞ്ചമിൻ കോശി, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന നമ്മുടെ എംഎൽഎ ബഹുമാനപ്പെട്ട ഡോക്ടർ ജയരാജ്, ഈ സമ്മേളനത്തിൽ അവയവദാന ബോധവൽക്കരണ ശ്രമിക്കുന്ന നമ്മുടെ സന്തോഷമായിരിക്കുന്ന സമാഗമം ഡോക്ടർ വർഗീസ് മനോജ്, കേരളം ഭദ്രാസനത്തിൻ്റെ യുവജന സമാജ സെക്രട്ടറി ബഹുമാനപ്പെട്ട മത്തായി വർഗീസ്, പ്രഗത്യാൽ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ ജോൺപിള്ളവരും വേദിയിലുള്ളവരായിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, ഈ ദേവാലയവുമായി വളരെ നാളത്തെ അടുപ്പവും പരിചയവും കൈകൊണ്ട് കേരളം ഭദ്രാസനത്തിലെ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവാലയം എന്നുള്ളത് ഞാനൊരു വൈദികനായിരുന്ന കാലം മുതൽ നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്.
ഈ ഇടവകയിലെ ആധ്യാത്മിക സംഘടനകളെല്ലാം വളരെ ഭംഗിയായിട്ടും ചിട്ടയായിട്ടും പ്രവർത്തിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു കല്ലുകൊണ്ടുള്ള കൊടിമരം ഉണ്ടാക്കിയത് ഈ ഇടവകയ്ക്ക് സംഭാവനയായി നൽകുവാനിടയായിരുന്നത്. അതുപോലെ തന്നെ അത് അത്രയും സമർപ്പണത്തോടുകൂടി തന്നെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കുവാൻ തയ്യാറായി എന്നുള്ളത് ഇവരുടെ പ്രസ്ഥാനം ഒരു പടി കൂടെ ഉയർന്ന ഈ ഇടവകയിൽ ശോഭിക്കുന്ന അനുഭവമാണെന്ന് പ്രത്യേകം പറയണം. അതിലായതോ ഇടവകയിലെ യുവജന പ്രസ്ഥാന പ്രവർത്തകർ പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ ഈ കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി അവസരത്തിനൊക്കെ ഉയർന്നു പ്രവർത്തിക്കുവാനായുള്ള ആഹ്വാനം ഈ ഇടവകയിലെ യുവജന പ്രസ്ഥാനങ്ങളും മറ്റുള്ളവരും സ്വീകരിച്ചിരിക്കുന്നു. അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ സജ്ജമായിരിക്കുന്നു എന്നുള്ളത് കാലികമായ അവരുടെ വർത്തമാനകാല പ്രവർത്തനത്തിലെ വലിയൊരു സാങ്കത്യം യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു അവസരമാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. മെഡിക്കൽ ശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ അത് വളർന്ന് അതിൻ്റെ ശാസ്ത്ര വിഭാഗം വളർന്നു വന്നതിൻ്റെ ഫലമായിട്ട് പണ്ട് നമുക്കറിയാൻ പാടില്ലാതിരുന്ന പല രോഗങ്ങളും എന്താണെന്ന് തിരിച്ചറിയുവാൻ അതിന് യുക്തമായിരിക്കുന്ന രോഗനിവാരണ മാർഗങ്ങൾ എന്താണെന്ന് നമ്മെ പഠിപ്പിക്കും. അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആധുനികമായ വൈദ്യസഹായങ്ങൾ കൊണ്ടും അത് പ്രയോജനപ്പെടുത്തുന്നതായ ഒരു അവസ്ഥയിലാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് മാരകമായി തോന്നിയിരുന്ന പല രോഗങ്ങളും ഇന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയിൽ അതൊക്കെ സൗഖ്യമാക്കുന്നതിനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അത് നമുക്കെന്നും അഭിമാനിക്കാവുന്നതാണ്. ആ തരത്തിലാണ് ഇന്ന് വളർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ബാധിക്കുന്നതായ അവയവങ്ങളെ മാറ്റി രോഗമില്ലാത്ത അവയവങ്ങളെ വഹിക്കുവാൻ ഇത് മാറ്റിവെക്കാനുള്ള ശാസ്ത്ര വളർച്ച എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു വളർച്ചയാണ്. പണ്ടുണ്ടായിരുന്ന വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യം, അതുപോലെ തന്നെ വളരെ പ്രയോജനകരമായ വൈദ്യശാസ്ത്ര ഗവേഷണങ്ങളുടെ ഫലമായി ഇന്ന് നമുക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് അവയവദാനം പോലെ തന്നെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുവാൻ നമ്മുടെ ശരീരത്തിലെ ജീനുകൾ അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന കണികൾ തന്നെ മാറ്റി വയ്ക്കുവാനും അതിന് ട്രീറ്റ്മെൻറ്റ് നടത്താനും വരെ സാധിക്കുന്ന രീതിയിൽ വൈദ്യശാസ്ത്രം വളർന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. കാരണം ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് ജ്ഞാനം എന്നുള്ളത് നമുക്ക് എല്ലാവരും പറയും. ആ ജ്ഞാനം അനുഗ്രഹകരമായി മനുഷ്യൻ അന്വേഷിച്ച് ഉപയോഗിക്കുന്നതായ സമയത്താണ് ആ ജ്ഞാനത്തിന് ഒരർത്ഥമുണ്ടാവുന്നത്. അതേസമയത്ത് നശീകരണത്തിനായി ആ ജ്ഞാനം ഉപയോഗിക്കുമ്പോൾ മനുഷ്യ വർണ്ണം മുതൽ അപമാനിതരാവുകയും അതുപോലെ ദൈവത്തിൻ്റെ നിശ്ചയം നടക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം മനുഷ്യന് ജ്ഞാനം നൽകുന്നത് നന്മയായി, നന്മയ്ക്ക് വേണ്ടി ആ ജ്ഞാനം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ ഒരു രീതിയിൽ പ്രവർത്തിക്കുവാൻ ഇന്നത്തെ ശാസ്ത്ര വളർച്ച നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നമ്മളും
സഹകരിക്കാൻ. സഭയെന്ന് പറയുന്നതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കി ആ സ്പന്ദനത്തിനനുസരിച്ച് സഭയുടെ ഹൃദയവും സ്പന്ദനം ചെയ്യുന്ന സമയത്താണ് സഭ സമൂഹത്തിൻ്റെ ഭാഗമായി തീരുന്നത്. ദൈവത്തിൻ്റെ ഇച്ഛയനുസരിച്ച് ഉള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് വരുന്നത്. അതാണ് ദൈവം നമ്മെ മനസ്സിലാക്കുന്നത്. സഹോദരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇതെല്ലാം ഉൾക്കൊള്ളുന്നു. അഥവാ അതിനകത്ത് അവനെ മാനസികവും ശാരീരികവുമായി സാമ്പത്തികമായിരിക്കുന്നതും ബുദ്ധിപരമായിരിക്കുന്നതും എല്ലാ തരത്തിലും എന്നെപ്പോലെ അവനും ആകുന്നതിനെ ശ്രമിക്കുന്നതെന്ന് പറയുന്ന പോലെ എനിക്കും അവരുടെ പോരായ്മകളിൽ സഹകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവയവദാനവും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ നിശ്ചയത്തിൽ ദൈവചിന്തയിൽ നിന്നും അന്യമായിരിക്കുന്ന ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ആ രീതിയിൽ സഹകരിക്കാൻ സാധിക്കുമ്പോൾ ദൈവ പദ്ധതിയിൽ ഭാഗഭാഗങ്ങളാകുന്ന ഒരവസ്ഥയാണ് ഇതിൽ കൂടി നേടുന്നത് എന്ന് മനസ്സിലാക്കി ഈ അവയവദാന പ്രക്രിയയിൽ സംബന്ധിക്കുവാനും അതിൽ മനസ്സോടുകൂടി തയ്യാറായുള്ള ഒരു വരികയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായ ദൈവിക സത്യവും ദൈവികമായിരുന്ന നിശ്ചയവും ദൈവികമായിരുന്ന അതിൻ്റെ ആവിഷ്കാരവും ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇതുപോലൊരു സമ്മേളനത്തിൽ സംബന്ധിക്കുവാനുള്ള ഭാഗ്യം ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ സാറും ഹരീശ്വരൻ സാറും ഒക്കെ പ്രസംഗിക്കുന്നതായ പ്രസംഗങ്ങൾ കേട്ട് അതിൽ നിന്ന് ജ്ഞാനം ലഭിക്കുവാനുള്ളതായ ഒരവസരവും ലഭിച്ചു എന്നുള്ളത് സംഘാടകരെ പ്രത്യേകമായി അനുമോദിക്കുകയും അവരോട് നന്ദി അർപ്പിക്കുകയും ചെയ്ത് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവനാമം ആഗ്രഹിക്കുന്നു. പ്രിയങ്കരനായ MLA ശ്രീ കെ.രാജ്, ഇന്ന് ക്ലാസ് എടുക്കുന്ന ഡോക്ടർ വർഗീസ് യൂനുസ്, ഈ പള്ളിയിലെ വികാരി ഫാദർ വർഗീസ് ജോൺ, അതുപോലെ ഭദ്രാസന കൗൺസിലർ ശ്രീ കെ. വിശ്വം, ജനറൽ സെക്രട്ടറി OCY ശ്രീ മത്തായി വർഗീസ്, ശ്രീ ജില്ലാ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി എസ് വർഗീസ്, എഡ്യൂക്കേറ്ററി സെക്രട്ടറിയായ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, പ്രഥമ ജോയിന്റ് സെക്രട്ടറി ശ്രീ കെ. ജോൺ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ആദ്യമായിട്ട് ഈ വിശുദ്ധ ദേവാലയത്തിൽ
കന്യാസ്ത്രീകളുടെ നാമത്തിലുള്ള പരിശുദ്ധ ദേവാലയത്തിൽ വരുവാനും ദേവാലയത്തിൽ നിന്ന് തന്നെ അല്പനേരം സംസാരിക്കാൻ ഇടയായത് ഏത് തിരുനാമത്തിന് നമുക്ക് സ്തോത്രമർപ്പിക്കും. ഈ സമ്മേളനത്തിൽ എന്നെ വിളിച്ച വിചാരിച്ചുകൊണ്ട് പള്ളി പ്രസി തുടങ്ങിയ പള്ളിയിലെ ഭാരവാഹികളോടും യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകമായ നന്ദി അറിയിക്കും. വളരെ മനോഹരമായ ദേവാലയം, ചെറുതെങ്കിലും ഒരു കുളിപോലും കാണാത്ത വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു ദേവാലയം. ഈ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ തോന്നി ഇവിടെ ആൾക്കാർ ഇതുപോലെ മനസ്സുകൊണ്ടും നല്ല വൃത്തിയോടും നല്ല മനുഷ്യരുമാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ദേവാലയം സൂക്ഷിക്കുന്നതിൽ നിന്ന് പ്രതികരിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മലനിരയിൽ ആദ്യമായിട്ടായിരിക്കാം കല്ല് വിളക്കുകളൊക്കെ ധാരാളം, കല്ല് ദീപങ്ങളുണ്ട്. ആദ്യമായിട്ടായിരിക്കാം ഒരു കല്ലുകൊണ്ട് തന്നെ കരിങ്കല്ല് കൊണ്ട് തന്നെ ഒരു കുടിവര ഉണ്ടാക്കുന്നത്. അത് സ്ഥാപിക്കാനായിട്ട് മുൻകൈയെടുത്ത യുവജന പ്രസ്ഥാന അംഗങ്ങൾ ഞാൻ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നൽകുന്നു. ഈ മനോഹരമായ ഒരു കൽക്കുരിശിരുന്നു. ഓരോ ദിവസവും പള്ളിക്ക് മനോഹരത ഉണ്ടാക്കി തമ്പുരാന്റെ ആലയം എന്നുള്ള രീതിയിൽ സൂക്ഷിക്കാൻ എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ ഒരു പ്രത്യേക ലീഡർഷിപ്പ്, നിങ്ങളുടെ എല്ലാ സഹകരണവും ഇതിനൊക്കെ എല്ലാം എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിനും അച്ഛൻ എൻ്റെ ഫോണിൽ കൂടി ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചപ്പോൾ അച്ഛൻ്റെ ശബ്ദം അവർ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ചെറുപ്പം, എൻ്റെ വളരെ ചെറുപ്പമായും അച്ഛനായിരുന്നു വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ നാളിലേക്ക് അല്പം കഴിച്ചിരിക്കുന്നു. പക്ഷെ അച്ഛൻ്റെ ഊർജ്ജസ്വലത യുവജന പ്രസ്ഥാനങ്ങളിലെ യുവജനങ്ങളെക്കാട്ടൊക്കെ വളരെയേറെ ഗംഭീരമുള്ള നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള അച്ഛനാണെന്ന് മനസ്സിലായി. സാധാരണ കുർബാനകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ സ്ഥലം കൊടുക്കുന്ന അച്ഛൻ്റെ ലീഡർഷിപ്പ് കാണുന്നതാണ്. ഇപ്പോഴും പള്ളിയിൽ എല്ലാവരും അച്ഛൻ്റെ ലീഡർഷിപ്പ് കാണിക്കുന്നു. അച്ഛൻ കൂടുതൽ സഭയ്ക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഇടവരുത്തലേക്ക് പ്രാർത്ഥിക്കുന്നു. കന്യാസ്ത്രീകളുടെ പള്ളിയിൽ എന്ത് പ്രാർത്ഥിച്ചാലും സാധിക്കുമെന്നുള്ളത് ഷുവറാണ്. എവിടെ സ്ഥാപിച്ചാൽ എങ്ങനെയാണ് അമ്മയുടെ നാമത്തിൽ താമസിക്കുന്ന പള്ളിയിൽ ഞാൻ ആറാട്ടുപുഴ സെൻറ് ലൂയിസ് ഓർത്തഡോക്സ് പള്ളിയിലെ മെമ്പറാണ്, എറണാകുളം സെൻറ് ലൂയിസിലെ മെമ്പറാണ്. പക്ഷെ എവിടെ ചെന്നാലും തന്നെ മാതാവിന്റെ നാമത്തിലുള്ള പള്ളിയിൽ മുൻകൂട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്ത ഒന്നും അച്ഛനാണ്. ഇതെൻ്റെ അനുഭവത്തിൽ നിന്നുള്ള സംഗതിയാണ്. എന്ത് കാര്യങ്ങളും പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന അമ്മയുടെ പള്ളിയിൽ മുൻ തലമുറയിൽ അടുത്ത തലമുറയുമായിട്ട് ബന്ധിപ്പിക്കുന്ന യുവജന പ്രസ്ഥാനം ഇങ്ങനൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച് യുവജന പ്രസ്ഥാനമാകുമ്പോൾ അത് പ്രത്യേകമായി നമ്മൾ രേഖപ്പെടുത്തുന്നു. അതേ സമയത്ത് വളരെ ആപ്റ്റാണ്. നമ്മുടെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച തോമസ് ബിഹായുടെ ഓർമ്മയായിരുന്നു ഇന്നലെ. ഇപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം അവയവദാനം എന്ന് പറയുന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ ഒരു പ്രധാന സംഗതിയാണ്. കാരണം അതിനും അവയവങ്ങൾക്ക് കേടുപറ്റി ദീനങ്ങൾ കൊണ്ടും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും അവയവങ്ങൾക്ക് കേടുപറ്റി ഈ മരണത്തിലേക്ക് പോകുന്നൊരവസ്ഥയ്ക്ക് വിരാമം കൊള്ളുവാനാണ്. അതുപോലെ തന്നെ കണ്ണുകൂടി ഒരു കണ്ണുകൊണ്ട് കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ മനുഷ്യോപകാരപ്രദമായിട്ട് ചെയ്തിട്ട് മനുഷ്യാവകാശ സംരക്ഷണത്തിന് ചെയ്യുന്ന ഒരു വലിയൊരു ഉപാധിയാണ്. ദൈവത്തിന് ഒരു നിർവചനം വേദപുസ്തകത്തിൽ കൊടുക്കുന്നതാണ്. വേറെ ഗ്രന്ഥങ്ങളിലും ഇല്ല. രാമായണത്തിലോ മഹാഭാരതത്തിലോ ശ്രീകണ്ഠത്തിലോ ഒന്നും ദൈവത്തിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നതായിരിക്കും. ദൈവം സ്നേഹമാണ്. അപ്പൊ സ്നേഹം എന്ന് പറയുന്നതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുസിലേക്ക് വരിക. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ജനിക്കട്ടെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ദൈവം സ്നേഹിക്കണമെങ്കിൽ സ്നേഹം ഉണ്ടാകണം. ഈ സ്നേഹം ഉണ്ടെങ്കിൽ പള്ളികളൊന്നും ഉണ്ടാകത്തില്ല, യുദ്ധങ്ങളുണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാവും, മനുഷ്യാവകാശ ലംഘനം ഉണ്ടാകട്ടെ. ആവശ്യത്തിന് സഹായിക്കുന്നവനാണ് സ്നേഹമുള്ളത്. അതിൻ്റെ അടുത്ത് മാത്രമാണ് ദൈവം. ഇപ്പൊ യഥാർത്ഥ സ്നേഹം 1 Corinthians 11 പറയുന്ന പോലെ മഴക്കില്ലാത്ത, വെള്ളമുണ്ടാക്കാത്ത, നിഗളിക്കാത്ത ആ സ്നേഹം, ആ ദൈവസ്നേഹം അകപ്പേലോ അതിലൂടെയില്ലാത്ത തിരിച്ച് ആഗ്രഹിക്കാത്ത ഒരു സ്നേഹം. ഈ ഇത്രയും സന്തോഷത്തോടുകൂടി പറഞ്ഞിട്ട് തിരുമേനിയുടെ പ്രസംഗങ്ങളൊക്കെ ആണെന്ന് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നോട്ട് ബുക്ക് എടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് പലയിടത്തും പല പള്ളികളിൽ എഴുതിയായി കഴിഞ്ഞിട്ട് അതൊരു കാര്യം ഞാൻ മാത്രം പ്രസംഗിക്കേണ്ടി വരാം. കത്തോലിക്ക പള്ളിയിലും മത്തമ്മ പള്ളിയിലും ഒക്കെ വിളിക്കുക. ഈ പ്രസംഗിക്കാൻ പോകുന്ന തിരുമേനി പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ നോട്ട് എടുത്ത് അല്പം കൂടെ പഠിച്ച് ഒക്കെയാണ് പ്രസംഗിക്കുന്നത്.
അപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രസംഗിക്കുന്ന തിരുവേനി വിശ്വാസത്തിന്റെ സംരക്ഷകനായിട്ട് പറയുന്ന സഭയിൽ പ്രവർത്തിക്കുന്ന തിരുവേനിയുടെ ആശംസകൾ നമുക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തുടങ്ങിയിരിക്കുന്ന ഈ സമ്മേളനം വളരെ വിജയകരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. താല്പര്യം അഭിനന്ദനായ മാത്യൂസ് പാസ്റ്റർ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആരാധ്യനായ സംസ്ഥാന വിശാലാശ കമ്മീഷന്റെ ചെയർമാൻ കൂടിയായ ജസ്റ്റിസ് ജേക്കബ് കുരിശോട്, വേദിക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ ബഹുമാനായ വികാരി വർഗീസ് ജോൺസൺ, ഈ രീതിയിലുള്ള ഭദ്രാസന കൗൺസിൽ അനുകൂലിയായ പ്രിയപ്പെട്ട സുൽക്കേശ്വർ, ശ്രീ കെ കെ ജോൺ കൊളറക്കുഴി, നമ്മുടെ പ്രഥമ ജോയിന്റ് സെക്രട്ടറി ശ്രീ മാത്യു ടി വർഗീസ് പറയും, അതോടൊപ്പം തന്നെ രീതിയിലുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട അംഗം സെക്രട്ടറിയ, ഇവിടെ ക്ലാസ് എടുക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മാനസികാരോഗ്യ വകുപ്പിൻ്റെ മേധാവിയായ പ്രധാനപ്പെട്ട ഡോക്ടർ വർഗീസ് സോറി, ശ്രീ ജസ്റ്റിസ് വർഗീസ് ഉൾപ്പെടെ ഈ വേദിയിലുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ദേവാലയത്തിൻ്റെ കടയന്മാര ഓർത്തഡോക്സ് സഭയുടെ പെരുന്നാളോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളുടെയും ഭാഗമായി നൽകുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. പക്ഷേ കേരളത്തിൽ തന്നെ അത്യപൂർവമാണ് ഇന്നിവിടെ നടന്ന ഈ കൽക്കുരിശിൻ്റെ കൂടാശ, പല രീതിയിലുള്ള കൊടിമരങ്ങൾ കണ്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഈ കൽക്കൊടിമരം എന്നുള്ളൊരു ആശയത്തിൽ കേൾക്കാനായിട്ടും കാണാനായിട്ടും ഇടയായി. ഏതായാലും അത്തരമൊരു ദേവാലയത്തിൽ ഒരു കൽക്കൊടിമരം നിർമ്മിക്കാൻ മുൻകൈ എടുത്തത് പ്രത്യേകിച്ച് ഈ ഇടവകയിലെ മുൻകാല യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ നേതൃത്വം നൽകിയ ആളുകൾ ഞാനതിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് എനിക്കറിയാം, ഞാനൊരു ജനപ്രതിനിധിയായ കാലം മുതൽ നമ്മുടെ ദേവാലയത്തിലെ യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ, ചെറുതും വലുതുമായ ഏത് പ്രവർത്തനങ്ങൾ തിരിച്ചറിയാനും പലപ്പോഴും അതോടൊപ്പം സഹകരിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഒട്ടേറെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ദൈവവിശ്വാസത്തിലെ അധിഷ്ഠിതമായ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ കാലികമായ പ്രവർത്തനങ്ങൾ പുതിയ തലമുറയിൽ ചെറുപ്പക്കാരുടെയിൽ അത്തരമൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനങ്ങളിൽ കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് വളരെ വർഷങ്ങളായിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. കിരണമൊക്കെ തന്നെ നമ്മുടെ ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ എക്കാലത്തും സജീവമായ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമല്ല, ഏതാണ്ട് 157 കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ വലിയൊരു ചിലവ് വഹിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ നമ്മുടെ കൽക്കൊടി മരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ നേതൃത്വം എത്രമാത്രം താല്പര്യം, എത്രമാത്രം ഈ ദേവാലയമായ അടുത്ത ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒരു പ്രവർത്തനമാണ് ഞാൻ നമ്മുടെ ഓർത്തു പോവുകയും അവരർത്ഥത്തിൽ ഇവിടുത്തെ ഈ പുതിയ സംരംഭങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അത് നടക്കുന്നതിന് വേളയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ആണെങ്കിൽ പോലും എനിക്ക് ഇവിടെ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. ശ്രമിച്ചതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ എല്ലാവർക്കും അർപ്പിക്കുകയാണ്. ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഒരു അപകടത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് മറ്റൊരാളിനെ സഹായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ നമുക്കിതൊരു ചിന്ത കുറേ കാലങ്ങൾക്ക് മുമ്പില്ലായിരുന്നു. ഏറെ സന്തോഷം. ഇതുപോലെ ഒത്തിരി പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഈ യുവജന പ്രസ്ഥാനത്തിന്റെ മുൻതല നേതാക്കന്മാരെ ഇവിടെ ആദരിക്കുന്നു. സത്യത്തിന് വേണ്ടി ആ പ്രവർത്തനത്തിന്റെ തുടക്കപ്പെട്ട ആളുകൾ എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ. നമ്മുടെ നിർദ്ധാരണ കാലത്തൊക്കെ തന്നെ ഇവിടെ കളിക്കാരൊക്കെ ഞാൻ എപ്പോഴും വരുന്നതാണ്, എല്ലാവർക്കും ഞാൻ വരുന്നതാണ്. വളരെ കൃത്യമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ ദേവാലയമായി പരിസരത്തൊക്കെ നടത്തുന്ന ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ അതൊക്കെ തന്നെ നമ്മുടെ ഈശ്വര ശുശ്രൂഷയുടെ
ശുശ്രൂഷയുടെ ഒരു വലിയ ഭാഗമാണ്. അത്തരമൊരു തലമുറ, പ്രത്യേകിച്ച് യുവതലമുറ ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് മാറുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരം ചെറിയ കണ്ണികൾ, നല്ല കണ്ണികൾ നമ്മുടെ സമൂഹത്തിന് ഏറെ മാർഗദർശകമായ ഘടകങ്ങളാണ്. അവരുടെ ആ നല്ല പ്രവർത്തനത്തിൽ ഒരിക്കൽ കൂടെ ഹൃദയപൂർവ്വം എല്ലാവിധ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകമായി എന്നോടുള്ള ഏറെ നന്ദി എല്ലാവരുടെ ഈ ഇടവ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ട അച്ഛനോടും ഒക്കെ അറിയിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ സാധിപ്പിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ജസ്റ്റിസ് ജേക്കബ് ബെഞ്ചമിൻ കോശിയെ പൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ വർഗീസ് പുത്തൂസിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ എൻ ജയരാജ് എംഎൽഎ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ സ്ഥിരോത്സാഹത്തിന്റെയും കഠിന പരിശ്രമത്തിന്റെയും ഫലമാണ് ഇടവകയ്ക്ക് സമർപ്പിക്കപ്പെട്ട കൈക്കൊള്ളുകൾ. ഈ നല്ല സംരംഭത്തിനുള്ള പ്രോത്സാഹനമായി ഇടവക നൽകുന്ന സ്നേഹോപഹാരം സ്വീകരിക്കുവാൻ യുവജന പ്രസ്ഥാന സെക്രട്ടറിയെയും വൈസ് പ്രസിഡന്റിനെയും ക്ഷണിക്കുന്നു. കൽക്കൊടിമല ശില്പി ശ്രീ സജി കുട്ടപ്പന് യുവജന പ്രസ്ഥാനത്തിന് വകയായ സ്നേഹോപഹാരം സമർപ്പിക്കുവാനായി ക്ഷണിക്കുന്നു. അഭിനന്ദന നിവേദിക്കും അച്ഛനും നന്ദി. ഏതൊരു സമൂഹത്തിന്റെയും ശക്തി സ്രോതസ്സുകളാണ് യുവജനങ്ങൾ. ആദരിക്കുന്ന പിന്തുണയും പ്രോത്സാഹനവും നൽകിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ പ്രാപ്തരാണ് നമ്മുടെ യുവാക്കൾ. ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മുൻകാല പ്രവർത്തകരുടെ സഹകരണത്തോടെയാണ് നമ്മുടെ പുതിയ കൽക്കൊടി മരം നിർമ്മിച്ചിരിക്കുന്നത്. വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്ന നമ്മുടെ യുവാക്കൾ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇതിൽ സഹകരിച്ചത്. യുവജന പ്രസ്ഥാനത്തിന്റെ മുൻകാല സെക്രട്ടറിമാരെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. അവതരണത്തിനായി ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ കരുത്തും ഭദ്രാസന കൗൺസിൽ അംഗവും ഭദ്രാസന യുവജന പ്രസ്ഥാന ട്രഷററും ഇടവക ട്രസ്റ്റിയുമായ ശ്രീ സുനിൽ കെ ഈശോയെ ക്ഷണിക്കുന്നു. അഭിനന്ദന ഡോക്ടർ മാത്യൂസ് മാർ സേവദിയോസ് തിരുവേലി, ഏറ്റവും ആദരണീയനായ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാനവുമായ ജസ്റ്റിസ് ജേക്കബ് ബെഞ്ചമിൻ കോശി സാർ, ഈ നാടിന്റെ പ്രിയങ്കരനായ എംഎൽഎ, ഈ ഇടവകയുടെ ഉത്തമ സ്നേഹിതൻ ഡോക്ടർ എൻ ജയരാജ് എംഎൽഎ, ബഹുമാന്യനായ ഡോക്ടർ വർഗീസ് പുത്തൂസ് സാർ, യുവജന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ ജോൺ ജേക്കബ് അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി ശ്രീ മത്തായി വർഗീസ്, യുവജന പ്രസ്ഥാനത്തിന്റെ ഈ യൂണിറ്റിന്റെ പ്രഥമ ജോയിന്റ് സെക്രട്ടറി തുടർന്ന് ശ്രീ കെ കെ ജോൺ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗവും കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റജി സക്കറിയ, ഇടവകയുടെ ഏറ്റവും ബഹുമാന്യനായ വികാരി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷാജി അച്ഛൻ, വന്യരായ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിലെ ചോരയും നീരും നൽകി വളർത്തിയ നമ്മുടെ മുൻഗാമികളെ ആദരിക്കുന്ന ഈ ചടങ്ങിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ രണ്ടകാല പ്രവർത്തനങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നെ ലക്ഷ്യത്തിലിരിക്കുന്ന കർത്തവ്യം. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 65 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം എന്നത് വലിയ ഒരു കാലയളവൊന്നുമല്ല. പക്ഷേ ഒരു യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും നമ്മുടെ സഭയിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഘടനയാണ് യുവജന പ്രസ്ഥാനം. നമുക്കറിയാം, അംഗങ്ങൾക്ക് ലഭിക്കുന്ന ഇപ്പോഴാണ് 10 രൂപ മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട്, പണ്ട് 2 രൂപ മെമ്പർഷിപ്പ് ഫീസ് ആയിരുന്നു. അതൊക്കെ മറ്റു യാതൊരു വരുമാനമില്ലാത്ത ഒരു സംഘടന. അത് 65 വർഷക്കാലം ഭംഗിയായിട്ട് നിലനിന്നു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായി നമുക്ക് കാണുന്ന ഒരു കാര്യമില്ല. സെക്രട്ടറി പിൽക്കാലത്ത് മുണ്ടക്കെ പാലത്തോട്ടിൽ താമസമാക്കിയ താഴ്ത്തു
കൽപ്പനയിൽ ബഹുമാനായ E.K. വർഗീസ് അവരായിരുന്നു. ഇവർ രണ്ടുപേരും നമ്മെ വിട്ടുതിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയായിട്ടുള്ളവരാണ്. ആദ്യം ലിറിക് സെക്രട്ടറി ഇന്ന് ഈ വേദിയിൽ നമ്മോടൊപ്പമുള്ള വളർന്നുകഴിയും ശ്രീ K. ജോൺ അവരാണ്. അദ്ദേഹം മുൻകാല പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനുള്ളതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കാര്യമായിട്ടൊന്നും സൂചിപ്പിക്കുന്നില്ല. സ്ഥാപക ഖജാൻജി ആയിരുന്നത് പിൽക്കാലത്ത് മലബാർ ഭദ്രാസനത്തിന്റെ സർവോന്നതമായ വളർച്ചയ്ക്കായി അഭിനന്ദ പിതാക്കന്മാരോടൊപ്പം പ്രത്യേകിച്ച് ചുങ്കത്തറ MBM സ്കൂളിന്റെ നിർമ്മാണത്തിനും വളർച്ചയ്ക്കും അക്ഷീണം പ്രയത്നിച്ച കല്ലൂരിയിൽ ബഹുമാനിയായ K. ഫിലിപ്പോസ് സാറായിരുന്നു ഇതിന്റെ സ്ഥാപക ട്രഷറർ. ബഹുമാനിയായ ഫിലിപ്പോസ് സാറ് ഇന്നിവിടെ എത്തുമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആരോഗ്യപരമായ ചില അസ്വസ്ഥതകൾ അനുഭവിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ആശംസകളും അറിയിക്കണമെന്ന് അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് എന്നോട് പറയുകയുണ്ടായി. നമ്മൾ ഇന്ന് ഈ മുൻകാല സെക്രട്ടറിമാരെ ഇവിടെ ആദരിക്കുമ്പോൾ അവരോടൊപ്പം പ്രവർത്തിച്ച വളരെയധികം യുവജനങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ ആരുടെയും പ്രവർത്തനങ്ങളെ കുറച്ച് കാണുകയോ അതിനെ വിസ്മരിക്കുകയോ അല്ല ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു പള്ളിയാകുമ്പോൾ അവിടുത്തെ യുവാക്കളിൽ ഒരു 80% പേരും യുവജന പ്രസ്ഥാനത്തിൽ കാലാകാലങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അവരെ എല്ലാവരെയും ആദരിക്കുക എന്നത് പ്രായോഗികമായി നമുക്കൊരിക്കലും സാധിക്കാത്തത് കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് അവർക്ക് നേതൃത്വം നൽകിയാണ് നമ്മുടെ മുൻകാല സെക്രട്ടറിമാരെ മാത്രം ആദരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള സേവനങ്ങളെ കുറച്ച് കാട്ടിയാണ് അത് തെറ്റിദ്ധരിക്കുന്നതിന് ഒരു അപേക്ഷ കൂടി അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ധാരാളം ആളുകൾ ഇന്ന് സഭയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളായിട്ട് നമ്മുടെ യുവാക്കൾ ഇന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്നത് വിശുദ്ധ മാതാവിന്റെ അനുഗ്രഹമായിട്ട് നമുക്ക് കരുതാം. നമ്മുടെ ഇവിടെ ഉള്ള ബഹുമാന്യനായ കരുമാകൽ ശ്രീ ജോർജ് വർഗീസ്, അദ്ദേഹം പലപ്പോഴും ഡിസ്ട്രിക്റ്റിന്റെ ഓർഗനൈസറായി കുറച്ച് കാലം പ്രവർത്തിച്ചിരുന്നു. അതുപോലെ കരിക്കോട് ശ്രീ ജോർജ് കേസരിയർ, അദ്ദേഹം 3 വർഷക്കാലം ഭദ്രാസന കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. എളിമനായി എനിക്ക് സഭയുടെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കാൻ പ്രചോദനം ലഭിക്കുന്നു. ഈ പ്രസ്ഥാനമാണെന്ന് നന്ദിയോടെ ഞാൻ ഈ സ്ഥലത്തിൽ മനസ്സിലാക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും നിർഭാഗ്യങ്ങളെന്ന് പറയട്ടെ, ഇതിലൂടെ വളർന്നു വന്ന ചില ആളുകളെങ്കിലും പിൽക്കാലത്ത് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തരായ എതിരാളികളായി മാറിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ നിഷേധിച്ചൊരു കാര്യമില്ല. അവർക്കൊക്കെ ദൈവത്തിനാണ് അവർക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ധാരാളം ആളുകൾ നമ്മെ വിട്ടുതിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിരിക്കെ അകാലത്തിൽ നമ്മെ വിട്ടുതിരിഞ്ഞ കൊല്ലംകുടിയിൽ ശ്രീ ബോബി കുര്യൻ, അതുപോലെ തന്നെ കല്ലൂരിക്കൽ ഷാരോ ജോബ്, ഇവർ രണ്ടുപേരും ഇപ്പോഴത്തെ യുവജനങ്ങളുടെ മനസ്സിൽ എന്ന ഒരു നൊമ്പരമായി നിലകൊള്ളുന്നു. ഇവരുടെ എല്ലാം പാവന സ്മരണയ്ക്ക് മുന്നിൽ പ്രസ്ഥാനത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇപ്രകാരം ഇതിനെ നേതൃത്വം നൽകിയ സെക്രട്ടറിമാരെ എല്ലാവരും പേരുകൾ ഞാൻ വായിക്കുന്നില്ല. കാരണം അവരെ ഓരോരുത്തരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുവാനുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരുടെയും സേവനങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഈ 65 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഈ ഇടവകയുടെ സമ്പൂർണ്ണമായ പുരോഗതി ലക്ഷ്യമാക്കി മറ്റേതൊരു സംഘടനയെക്കാളും സജീവമായിട്ട് ഇടവകയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പല പ്രാവശ്യം മദ്രാസ പ്രസ്ഥാനത്തിന്റെ കോൺഫറൻസ് ഈ പള്ളിയിൽ നടത്തിയിട്ടുണ്ട്. അഖിലമലന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തെ ക്യാമ്പ് 1974 നടത്തിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു മലങ്കര സഭയിൽ തന്നെ ഒരു പക്ഷേ ആദ്യമാകാം യുവജന പ്രസ്ഥാനത്തിന്റെ ചുമതലയിൽ കാര്യങ്ങളുടെ ശുശ്രൂഷ ഈ ഇടവകയിൽ വെച്ച് നടത്തുകയുണ്ടായി. അതുപോലെ ഈ പുതിയ ദേവാലയത്തിന്റെ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ അതിന് സമാധാനമായി വളരെയധികം ദിവസം ഇവിടുത്തെ യുവജനങ്ങൾ അതിനുവേണ്ടി അധ്വാനിച്ചു. അതുപോലെ നമ്മുടെ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായാലും പള്ളിയുടെ റെനോവേഷന്റെ പ്രവർത്തനത്തിനായാലും അവർ ഏതെങ്കിലും വിധത്തിലുള്ള പണം കണ്ടെത്തി ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു മുൻകാല പ്രവർത്തനം എന്ന നിലയിൽ കഴിഞ്ഞ 25 വർഷത്തിലുപരിയായി ഈ പ്രസ്ഥാനത്തിന്റെ ഒരു സഹയാത്രി എന്ന നിലയിൽ അഭിമാനത്തോടെ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഇന്ന് ഇപ്രകാരം ഒരു വേദി ഉണ്ടായത് ഇവിടെ ഒരു കരിങ്കൽ കുടിമരം ഇന്നിവിടെ ഇടവകയ്ക്കായി ഇവിടെ സമർപ്പിച്ചതോടനുബന്ധിച്ചാണ് ഇവിടെ മുൻകാല പ്രവർത്തകരെ ആദരിക്കുവാനായിട്ട് ഒരു അവസരം ലഭിച്ചത്. അഭിനന്ദ ഞാൻ തിരുവനന്തപുരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ
ലോകം നിന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക രംഗങ്ങളിലുമൊക്കെ അതിവേഗം മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെങ്കിൽ പലപ്പോഴും നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് മാനുഷിക മൂല്യങ്ങൾ, ആത്മാർത്ഥത, ധാർമ്മികത ഇവയൊക്കെ മനുഷ്യരിൽ നിന്നും അന്യം നിന്ന് പോകുന്നു. കാലം ചെയ്ത പാകിസ്ഥാനായ നമ്മുടെ വലിയ തിരുമേനി മൊസാഫിന്റെ വാക്കുകൾ കടന്നെന്ന് ഞാൻ പറയട്ടെ. ഇന്ന് നാം അവനവസത്തിലേക്ക് ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനവസത്തിന്റെ വക്താക്കളായി മാറുവാനായിട്ട് ഇന്ന് നമ്മുടെ കപ്പൽ കൊടുത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് ഒരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പലപ്പോഴും അതിനെ ആദ്യത്തെ നെഗറ്റീവായ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് അത് നടക്കാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം കൊണ്ട് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാം. പക്ഷേ അതിനുവേണ്ടി ഒരു ചെറുതിനെ പോലും അനക്കുവാൻ തയ്യാറാകില്ല. വേണമെങ്കിൽ എൻ്റെ നേതൃത്വമൊക്കെ ഏറ്റെടുക്കും, പക്ഷെ ഒന്നും ചെയ്യില്ല. ഞാൻ കൂടുതലായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുൻകാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചുവരെയും നീരൊഴുക്കി അധ്വാനിച്ച എല്ലാ മുൻകാല പ്രവർത്തകരോടും പ്രസ്ഥാനത്തിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമ്മെ വിട്ടുപിരിഞ്ഞ് ദൈവസ്ഥാനത്തിലേക്ക് യാത്രയായ മുൻകാല പ്രവർത്തകരുടെ സ്മരണയ്ക്ക് പ്രസ്ഥാനത്തിന്റെ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 1947 സെക്കൻഡാണ്. ശ്രീ കെ ജോൺ കലവഴി, ശ്രീ ടി സി ജോൺ കലകളിന്റെ പേര്, ശ്രീ ടി സി ജോൺ കലകളിന്റെ പേര്, ശ്രീ കെ ഒ ഫിലിപ്പോസ് കലവഴി, മുൻകാല സെക്രട്ടറിമാർ വിദേശങ്ങളിൽ നിന്ന് അസൗകര്യങ്ങളിൽ നിന്ന് വന്നിട്ടില്ലാത്തതുകൊണ്ട് അവരുടെ ഭവനങ്ങളിൽ വന്നവർ ഈ ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ശ്രീ ടി സി ജോൺ കല്ലകടവിൽ പേര്, ശ്രീ കെ ഒ ഫിലിപ്പോസ് കലവഴി, ശ്രീ കെ വി സി എഫ് കല്ലകടവിൽ കരിമോട്, ശ്രീ കെ ഒ ഫിലിപ്പോസ് കലകടവിൽ കലവഴി, ശ്രീ ടി വർഗീസ് ലഭിക്കുത്, ശ്രീ കെ വി ഫിലിപ്പ് കലകടവിൽ കരിമോട്, ശ്രീ ഡി ജെ കുര്യാക്കോസ് ഇളകാവുന്ന താഴ്മലയിൽ, ശ്രീ തോമസ് കുര്യൻ താഴ്മലയിൽ, ശ്രീ കെ പി ഐ കലകടവിൽ കലവഴിക്കൽ, ശ്രീ കുര്യൻ വർക്കി കരുവേലി, ശ്രീ കുര്യൻ വർക്കി കരുവേലി, ശ്രീ സാജു കുര്യാക്കോസ് കലകടവിൽ പേര്, ശ്രീ വിനോദ് സൂര്യൻ കലകടവിൽ റിപ്പോർട്ട്, ശ്രീ ജോർജ് കെ സി എ കലകടവിൽ റിപ്പോർട്ട്, കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻകാല യുവജന പ്രസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ ഭദ്രാസന ട്രഷറർ, ഇപ്പോൾ ഭദ്രാസന കൗൺസിൽ അംഗം എന്നീ നിലയിൽ അഭിമാനമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ശ്രീ സുനിൽ കെ ഈശോ കലകടവിൽ ആദരിച്ചു. ശ്രീ സാജൻ ജേക്കബ് കൊല്ലംകുടി,
ശ്രീ സുരേഷ് കെ ഈശോ കലകളവിൽ ആനന്ദോവിൽ. പ്രസാദൂടെ വന്ന നമ്മുടെ ഇടവക കമ്മിറ്റിയുമായി പ്രവർത്തിക്കുന്ന ശ്രീ ജോർജ് വർഗീസ് കരിമാങ്കൽ നാടകത്ത്, ശ്രീ ജോർജ് വർഗീസ് കരിമാങ്കൽ നാടകത്ത് മുൻ ഡിസ്ട്രിക്ട് ഓർഗനൈസർ. ശ്രീ ലാലുജി എബ്രഹാം വടത്തുകൂടി. ശ്രീ ഷൈജു ജോർജ് കലകടമ്പ് വടകത്ത്. ശ്രീ ഷൈജു ജോർജ് കലകടമ്പ് വടകത്ത്. മുതുകലങ്ങൾ സതീഷ് ജോർജ് മുതുകലങ്ങൾ. വിജയ് തമ്പി കലകടമ്പ് വടകത്ത്. വിജയ് തമ്പി കലകടമ്പ് വടകത്ത്. ശ്രീ തോമസ് ജേക്കബ് കലകടമ്പ് തെക്കേക്കര. ശ്രീ തോമസ് ജേക്കബ് കലകടമ്പ് തെക്കേക്കര. ശ്രീ ബിപിൻ സാനി വർഗീസ് കലകടമ്പ് വടകത്ത്. ശ്രീ ടി കെ എബ്രഹാം പുനശ്ശേരി. കഴിഞ്ഞ 3 വർഷക്കാലം മല്ലപ്പള്ളി ഡിസ്ട്രിക്ട് ഓർഗനൈസറായി പ്രവർത്തിക്കുകയും മുൻ ഇടവകയുടെ മുൻ കമ്മിറ്റിയുമായി പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീ കിരൺ കുര്യൻ കരുവേലി ഇപ്പോൾ യുവജനപ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. ശ്രീ ജെയ്സൺ ജേക്കബ് കുരുവിള തെക്കേക്കര. ശ്രീ ജെയ്സൺ ജേക്കബ് കുരുവിള തെക്കേക്കര ജെയ്സൺ. ശ്രീ ജെയ്സൺ ജോർജ് വർഗീസ് തെക്കേക്കര. ഞങ്ങളുടെ ഈ എളിയ സ്നേഹോപകാരം ഏറ്റുവാങ്ങിയ എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാർക്കും മുൻ യൂണിറ്റ് സെക്രട്ടറിമാർക്കും നന്ദി അറിയിക്കുന്നു. ഞാനൊരു പ്രസംഗികനല്ലെന്ന് എല്ലാവർക്കും അറിയാം. പ്രസംഗിക്കാൻ അറിയില്ല, പ്രസംഗക്കാരെ പഠിച്ചിട്ടില്ല. പിന്നെ പനയമ്പാല സെന്റ് മേരീസ് പള്ളി യുവജന പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല ഭാരവാഹികളായിരിക്കുന്നതിന് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ടെന്നും അത് പങ്കെടുക്കണമെന്ന് പാർലി ട്രസ്റ്റിൽ ഇപ്പോഴത്തെ യുവജന പ്രധാന പ്രസ്ഥാന ഭാരവാഹികൾ ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ ക്ഷണക്കത്തും എനിക്ക് നൽകുകയുണ്ടായി. ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച പ്രസ്ഥാന ഭാരവാഹികളോടും പാർലി ട്രസ്റ്റി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഇടയാക്കിയതിനെ മാറ്റപ്പെടുന്നു. നമ്മുടെ 3-ാം കാതോലിക്ക എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായ യുവവിദ്യൻ ബാബ ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാനമേറ്റു. ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. 1929 തന്നെ മൊത്തമായി സമാജവും 1933 സൺഡേ സ്കൂൾ പ്രസ്ഥാനവും 37 യുവജന പ്രസ്ഥാനവും 1946 മലങ്കര സഭ മാസികയും ഉടമയുണ്ടായി. ഇതിനു പുറമെ NGO, ഭാര്യ സമാജം തുടങ്ങിയ അനവധി പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തിൻ്റെ തുടങ്ങിയിരുന്നു. ഇന്ന് നമ്മൾ സഭയിൽ കാണുന്ന വളർച്ചയിലും നവോത്ഥാനത്തിനും ഈ സംഘടനകൾ എല്ലാം നിരന്തരമായി എന്നുള്ളത് പ്രത്യേകം പ്രസ്താവനമാണ്. ഈ അനുഗ്രഹീത സമ്മേളനത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥൻ കണ്ടനാട് ഭദ്രാസനത്തിന് മെത്രാപ്പൊലീത്തായും
മലങ്കര മക്കളുടെ നല്ല നേതാവുമായ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർ സേവ്യറിനെയും ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ജസ്റ്റിസ് ജേക്കബ് ബെഞ്ചമിൻ കോശി, മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ഡോക്ടർ ജയജ MLA, അവയവദാന ബോധവൽക്കരണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ് നിർവഹിക്കുന്ന ഡോക്ടർ വർഗീസ് പുന്നോസ്, ഈ ഇടവകയുടെ വികാരി ആദരണീയനായ വർഗീസ് ജോണച്ചൻ, വിഭജന പ്രസ്ഥാന ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട മത്തായി വർഗീസ്, വിഭജന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന ട്രഷററും ഭദ്രാസന കൗൺസിൽ അംഗവും ഈ ഇടവകയുമായിരിക്കുന്ന ശ്രീ സുനിൽ കെ ഈശോ, പ്രഥമ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ശ്രീ KJ ജോൺ, വിഭജന പ്രസ്ഥാനത്തിന്റെ ഈ ഇടവകയുടെ സെക്രട്ടറി ജസ്റ്റിൻ വർഗീസ്, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ ഇടവകയിലെ വിഭജന പ്രസ്ഥാനം ലങ്കന മദ്രാസനത്തിലെ വിഭജന പ്രസ്ഥാനത്തിലെ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു യൂണിറ്റാണ്. അതിനുവേണ്ട ശക്തമായ നേതൃത്വം നൽകുന്ന ഈ ഇടവകയുടെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട വർഗീസ് ജോണച്ചനെയും എല്ലാവിധമായ പിന്തുണ നൽകുന്ന ഈ ഇടവകയുടെ ഭരണസമിതി അംഗങ്ങളെയും ഇടവകയിലെ മുഴുവൻ അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹനീയമായ ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന എപ്പിസ്കോപ്പൽ സിനോഡ് സെക്രട്ടറി കടനാട് ഭദ്രാസനാധിപനുമായിരിക്കുന്ന അഭിനന്ദിയ മാത്യൂസ് മാർ സേവ്യറിയോസ് തിരുമനസ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി, മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ഡോക്ടർ ജയരാജ് MLA, ഇന്നത്തെ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് പുന്നൂസ് സാറ്, ഇടവകയുടെ ആദരണീയനായ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട വർഗീസ് ജോണച്ചൻ, യുവജന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോൺ ചാക്കോച്ചൻ, ഇടവകയുടെ ട്രസ്റ്റി, ഭദ്രാസന യുവജന പ്രസ്ഥാന ട്രഷററും ഭദ്രാസന കൗൺസിൽ മെമ്പറും ഒക്കെയായ ബഹുമാനപ്പെട്ട സുനിൽ ഈശോ, ബഹുമാനപ്പെട്ട ശ്രീ KJ ജോൺ, അഡ്വക്കേറ്റ് റെജി സക്കറിയ, ജസ്വിൻ വർഗീസ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്നവരെ, ഹൃസ്വമായ വാക്കുകളിൽ ആശംസകൾ അവസാനിപ്പിച്ച് പിൻവാങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. തികച്ചും ഭാഗ്യവതിയായ ഈ ഇടവകയിലേക്ക് കടന്നു വരുവാൻ സമ്മതിയാക്കിയ ദൈവത്തെ ആദ്യമേ സ്തുതിക്കുന്നു. ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കുവാൻ കാരണമുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1925 സ്ഥാപിതമായ ഈ ദേവാലയത്തിന് അഭിമാനകരമായ ഒരു ഭൂതകാലവും അഭിമന്യ സെവ്വറിയോസ് തിരുമനസിന്റെ പ്രസംഗത്തിൽ ഓർമ്മിക്കുകയും ചെയ്തു. ഇടവകയുടെ ഭൂതകാലം ശോഭനമായിരുന്നു. അദ്ദേഹം വൈദികനായിരുന്ന കാലം മുതൽ ഇടവകയെ കുറിച്ച് ശ്രേഷ്ഠമായ സ്മരണകൾ അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന്. ഇടവകയുടെ വർത്തമാന കാലത്തിന്റെ ഗാംഭീര്യത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ കോശി സാർ പറഞ്ഞു. മനോഹരവും വൃത്തിയുമുള്ള ഒരു ദേവാലയം, ഏറെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ദേവാലയം, ചുറുചുറുക്കുള്ള ബഹുമാനപ്പെട്ട അച്ഛന്റെ നേതൃത്വത്തിൽ കരുതലോടെ മുന്നേറുന്ന ഈ ദേവാലയത്തിന്റെ വർത്തമാന കാലം ശോഭനമാണെന്ന്, മഹത്തരമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വളരെ കാഴ്ചപ്പാടോടും ചുറുചുറുക്കോടും പ്രവർത്തിക്കുന്ന യുവജനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇവിടെ ഇന്ന് ഉദാശ ചെയ്യപ്പെട്ട കൽപ്പൊടിമരവും ഇവിടെ നടക്കുന്ന അവയവദാന ബോധവൽക്കരണവും യഥാർത്ഥത്തിൽ ഭൗതിക നിലയിൽ മാത്രമല്ല മാനുഷിക മൂല്യങ്ങളും കൂടെ ഉൾക്കൊണ്ട കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരുവിധം യുവാക്കൾ ഈ ഇടവകയിലുണ്ട് എന്നുള്ളതിന്റെ ഉദാത്തമായ തെളിവാണ്. ഈ ഇടവകയെയും ഈ യൂണിറ്റിനെയും ഈ ഇതിലെ എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുവാനും പ്രത്യേകിച്ച് സുനിൽ കെ ഈശോ ഭദ്രാസന യുവജന പ്രസ്ഥാന നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ ഇടവകയിൽ നൽകുന്ന പ്രത്യേക നേതൃത്വത്തെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നു. മഹത്തരമായ ഒരു ക്ലാസ്സാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. അവയവദാനത്തെ കുറിച്ച് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വേദന അനുഭവിക്കുന്നവരെ, ദുഃഖിതത്തിലായിരിക്കുന്നവരെ ഒക്കെ ഓർത്ത് നമ്മൾ സിമ്പതൈസ് ചെയ്യാറുണ്ട്. അത് ആ തലത്തിൽ നിന്ന് ഒരു എമ്പതിയുടെ തലത്തിലേക്ക് മാറിക്കൊണ്ട് നമ്മൾ കഴിയുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാനും പങ്കുവയ്ക്കുവാനും തയ്യാറാകണം എന്നുള്ള ഒരു മഹത്തരമായ സന്ദേശം നാം ആവാഹിക്കുവാനായിട്ടുള്ള ഒരുക്കത്തിലുമാണ്. ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന് ഈ ഇടവകയെ, ഈ യൂണിറ്റിനെ, ഇതിവിടെ നടക്കുന്ന മഹനീയമായ സമ്മേളനത്തിന്, കൽപ്പിച്ചിന്റെ സ്ഥാപനത്തിനൊക്കെയുള്ള അഭിമാനവും അഭിനന്ദനവും
ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മലങ്കര ഓർത്തഡോക്സ് വികാരി സഭയുടെ സിനോദൽ സെക്രട്ടറി മാർട്ടിസ് മാർ സെബാസ്റ്റ്യൻ തിരുമേനി, മുഖ്യാതിഥി ജസ്റ്റിസ് ജേക്കബ് ബെഞ്ചമിൻ കോശി, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സെക്രട്ടറി വിഭാഗം മേധാവി ഡോക്ടർ വർഗീസ് പെന്തോസ്, ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട വികാരി അച്ഛ, അതുപോലെ തന്നെ ജോൺ ചാക്കോത്ത്, മത്തായി വർഗീസ്, സുനിൽ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഇടവകയിലെ വിവിധ പ്രസ്ഥാനം നടത്തിയത്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ താമസിച്ച് ജോലി ചെയ്തു വരുന്ന നമ്മുടെ ഇടവകയിലെ മുൻകാല വിവിധ പ്രസ്ഥാന പ്രവർത്തകർ കുറേയധികം പേര് ഗൾഫ് നാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളിലും ഒക്കെയായി ജോലി ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ബന്ധപ്പെട്ട് യോജിച്ച് പുറത്തിറക്കി ഇങ്ങനെയൊരു സംരംഭം വിഭജന പ്രസ്ഥാനത്തിന്റെ ഒരു ആഭിമുഖ്യത്തിൽ നടത്താൻ കഴിയുന്നതിലും അതിന് നേതൃത്വം കൊടുത്ത വിഭജന പ്രസ്ഥാനത്തെ വളരെ ആത്മാർത്ഥമായി അനുഭവിക്കുന്നു. ഇപ്രകാരം ഒരു സമ്മേളനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായി ദൈവത്തെ ബോധപ്പെടുത്തുന്നു. ഇതിന് ശേഷം നടക്കുന്ന ക്ലാസ്സിനായി ബഹുമാനപ്പെട്ട ഡോക്ടറോടുമാണ് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ആശംസകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അവർക്കും നന്ദി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോട്ടീസിലെ സമയം അനുസരിച്ച് ക്ലാസ് തീരുന്ന സമയമാണ് 12:30. അപ്പോൾ ഈ അഭിസംബോധനകൾക്കൊന്നും ഞാൻ സമയം കളയാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേനിയുടെയും അഭിനന്ദ ബഹുമാന്യപ്പെട്ട ജസ്റ്റിസ് കോശി സാറിൻ്റെ അനുമതിയോടെ ഈ അവയവദാനം എന്ന ആശയം സമീപകാലത്തായിട്ട് കേരളത്തിലെ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മുന്നേറ്റമാണ്. ഒരു വർഷം മുമ്പ് എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടർ ഒരു അമ്മയെ എൻ്റെ അടുത്തേക്ക് അയച്ചു. ഒരു അപകടത്തിൽ കൂടി തൻ്റെ മകനെ നഷ്ടപ്പെട്ട ഒരമ്മ ആ വിരഹത്തിൻ്റെ വേദന, ദുഃഖം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരമ്മയ്ക്ക് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സേവനം ആവശ്യമാണ് എന്ന് തോന്നിയുകൊണ്ടാണ് സർജൻ ഈ അമ്മയെ എൻ്റെ അടുത്തേക്ക് വിട്ടത്. വളരെ കടുത്ത ഒരു വിഷാദത്തിൽ കൂടി അവർ കടന്നു പോവുകയായിരുന്നു. ഗ്രീഫ് റിയാക്ഷൻ. ആ വിഷാദത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവർ കരകയറി. അപ്പോൾ പിന്നീട് ഈ അമ്മയുടെ മാനസിക അവസ്ഥയെപ്പറ്റി സർജനുമൊക്കെ ആയിട്ട് ഞാൻ പലപ്പോഴും നേരിട്ട് ഡോക്ടർമാർ തമ്മിൽ നടത്തുന്ന ഒരാശയവിനിമയം എന്നുള്ള നിലയിൽ സംസാരിച്ചു. ഒരു ദിവസം എനിക്കൊരു ആ അമ്മ അയച്ച ഒരു സന്ദേശം, അവർ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയായിരുന്നു. നല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ജോലിയുമൊക്കെ ഒരു സ്ത്രീയായിരുന്നു. അവരയച്ചൊരു ഇമെയിൽ സന്ദേശം എനിക്ക് ഫോർവേഡ് ചെയ്തു തന്നത് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. My son's death is a living proof that death can bring life, sorrow can turn to hope, and a terrible loss can become the greatest gift. എൻ്റെ മകൻ്റെ മരണം ഒരു ജീവിക്കുന്ന തെളിവാണ് 3 കാര്യങ്ങൾക്ക്. ഒന്നാമത്, ഡെത്ത് ക്യാൻ ബ്രിങ് ലൈഫ്, മരണം ജീവനെ പ്രദാനം ചെയ്യുന്നു. സോറോ ക്യാൻ ഈവൻ ടേൺ ടു ഹോപ്പ്, എൻ്റെ കടുത്ത വിഷാദം ഒരു വലിയ പ്രത്യാശയായിട്ട് മാറും. എൻ്റെ ടെറിബിൾ ലോസ് ക്യാൻ ബിക്കം ദി ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്, എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടം ഏറ്റവും വലിയ ദാനമായിട്ട് മാറ്റാൻ സാധിച്ചു. ഈ വാക്കുകൾ ഈ അമ്മയ്ക്ക് പറയാൻ സാധിച്ചതിന് പിന്നുള്ള ചരിത്രം ആ സർജൻ എന്നോട് പറഞ്ഞു. മസ്തിഷ്ക മരണം സംഭവിച്ച ഈ ചെറുപ്പക്കാരൻ്റെ കണ്ണുകളും ശരീരത്തിലെ മറ്റ് അവയവങ്ങളും ഇന്ന് 4 or 5 അതിലൊരു മരണപ്പെട്ടു. 4 പേർ കൂടി ഇന്ന് ജീവിക്കുന്നു. 4 വ്യക്തികൾക്ക് ഇന്നും ഈ ചെറുപ്പക്കാരൻ്റെ അവയവങ്ങൾ ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു തീരുമാനം എടുത്തത് ഈ അമ്മയാണ്. തൻ്റെ മകൻ്റെ മരണം നടന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ പുറത്തു നിന്ന് ഇങ്ങനൊരു തീരുമാനമെടുത്ത ഒരമ്മ ഇങ്ങനെയൊരു വാക്കുകൾ മാസങ്ങൾക്ക് ശേഷം പറയുകയും വളരെയധികം പ്രത്യാശയില്ലാത്ത സ്ത്രീ
ഇന്ന് ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ യോജിച്ചതുകൊണ്ട് ഞാൻ ഓർത്തുപോവുകയാണ്. ഈ അവയവദാനം എന്നുള്ളതിനെ പറ്റി പല കാര്യങ്ങളും എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച വ്യക്തികൾ, പ്രത്യേകിച്ച് തിരുമേനി അതിൻ്റെ ദൈവികമായ ഒരു പ്രവൃത്തിയിൽ നിന്നും ഒട്ടും അന്യമല്ല എന്നുള്ള ഒരു ആശയം പറഞ്ഞു. പുനരുത്ഥാനം ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ ജീവിതത്തിലെ അവയവങ്ങൾ അയാളുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ചില ചരിതാർത്ഥങ്ങളെ പരാമർശിച്ച് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി സാർ സൂചിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ ജോലി വളരെ എളുപ്പമാണ്. ചില ശാസ്ത്രീയ വശങ്ങൾ മാത്രം പറഞ്ഞ് സമയത്തിനുള്ളിൽ ഈ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുള്ള അവയവദാനങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ രക്തദാനവും പിന്നീടുള്ള നമ്മുടെ കണ്ണുകളുടെ ദാനവും മറ്റ് കിഡ്നി ദാനവും ഒക്കെ. പക്ഷേ മനുഷ്യ ശരീരത്തിൽ ദാനം ചെയ്യപ്പെടത്തക്കതായ അവയവങ്ങൾ 1, 2, 3 അല്ല. ജീവശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 23 അവയവങ്ങൾ 23 അവയവങ്ങൾ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ജീവിച്ചിരിക്കുമ്പോൾ മാറ്റാൻ പറ്റുന്ന അവയവങ്ങൾ അല്ലെങ്കിൽ ജീവന്റെ അംശങ്ങൾ, ടിഷ്യൂസ്. 1 ബ്ലഡ്, രക്തം. 2 മജ്ജ, ബോൺമാരോ. 3 കരളിൻ്റെ ചില ഭാഗങ്ങൾ. അപ്പം ഇതൊക്കെയാണ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി. കിഡ്നി, 4ാമത് കിഡ്നി. 2 മനുഷ്യന് തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. 1 ധാരാളം മതി. അതുകൊണ്ട് അതെടുത്ത് മാറ്റാനായിട്ട് സാധിക്കും. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും രക്തവും മജ്ജയും കിഡ്നിയും ലിവറും കരളിൻ്റെ ഒരു ഭാഗവും ഒക്കെ മാറ്റിവെക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ മരണശേഷം ഈ അവയവങ്ങൾക്ക് പുറമെ ശ്വാസകോശം, ഹൃദയം, ഹൃദയത്തിൻ്റെ വാൽവ്, പാൻക്രിയാസ്, ആമാശയ ഭാഗങ്ങൾ, ട്രക്കിയ, അതായത് നമ്മുടെ ശ്വാസക്കുഴൽ എന്ന് തുടങ്ങി 23 അവയവങ്ങൾ നമുക്ക് മറ്റൊരാൾക്കായിട്ട് ദാനം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ പല വ്യക്തികൾക്കായിട്ടായിരിക്കും ഈ ഒരു അവയവം ഒരു വ്യക്തിയിൽ നിന്നും മാറ്റി അല്ലെങ്കിൽ പറിച്ച് നടപ്പെടുന്നത്. ഒരു വ്യക്തിക്കല്ല, അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ പ്രകാശം വരുത്താനും അവരുടെ ജീവനെ നിലനിർത്താനും സാധിക്കുന്ന ഒരു വലിയ ഒരു ശാസ്ത്രീയ മുന്നേറ്റമാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഒരുപക്ഷെ ഒരു കാലത്തും മാറ്റപ്പെടാൻ സാധിക്കാത്ത ഒരു അവയവം മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റെല്ലാ അവയവങ്ങളും മാറ്റാം. പക്ഷെ മനുഷ്യൻ്റെ മസ്തിഷ്കം, മനുഷ്യൻ്റെ തലച്ചോറ് മാത്രം മാറ്റിവെക്കാനായിട്ടുള്ള ഒരു ടെക്നോളജി എന്തെങ്കിലും കാലത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മസ്തിഷ്കം മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ തിരുമേനിയുടെ മസ്തിഷ്കം ബെഞ്ചമിൻ സാറിന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ബെഞ്ചമിൻ സാറിന് തിരുമേനി ഇതുവരെ പഠിച്ചിട്ടുള്ള തിയോളജി മുഴുവൻ 10 സെക്കൻഡ് കൊണ്ട് മനസ്സിലാവും. തിരുമേനിയുടെ ആത്മീയ അനുഭവങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് ലഭിക്കും. തിരിച്ചും ന്യായാധിപന്റെ തലച്ചോറെടുത്ത് തിരുമേനിക്ക് വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ തിരുമേനിക്ക് സുറിയാനിയും തിയോളജിയും ഒന്നും അറിയാൻ പാടില്ലാതെ വരും. അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് മസ്തിഷ്കം എന്ന് പറയുന്നത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം. എൻ്റെ സൈക്യാട്രി, മാനസികാരോഗ്യ വിഭാഗം, മനസ്സിൻ്റെ ഇരിപ്പിടം മുഴുവൻ മസ്തിഷ്കമാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മസ്തിഷ്കം ഒഴികെ മറ്റേത് അവയവങ്ങളും, മറ്റെല്ലാ അവയവങ്ങളും മാറ്റിവെക്കാവുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എവിടെയാണ്, എന്ത് അവസരത്തിലാണ് ഈ അവയവമാറ്റ ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതിനെ പറ്റി സൂചിപ്പിക്കാം. എല്ലാ കേസുകളിലും ഈ അവയവദാനത്തിന് പ്രസക്തിയില്ല. ഈ അവയവദാനം വരുന്നതോടുകൂടി നമുക്ക് ചില കാർഡിലൊക്കെ സ്പെയർപാർട്ട് മാറ്റിയിട്ട് ഇങ്ങനെ അതിൻ്റെ കാലം എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ട് പോകാമെന്ന് പറയുന്ന പോലെ ഒന്നും ചെയ്യാനായിട്ടുള്ള സാധ്യതകളില്ല. പക്ഷേ ഓർഗൻ ഫെയിലിയർ, അവയവ പരാജയം സംഭവിക്കുന്ന കേസുകളിൽ ആണ് ഈ അവയവദാനം ഒരു ജീവൻ രക്ഷാ ഉപാധിയായിട്ട് എത്തിച്ചേരുന്നത്. ഓർഗൻ ഫെയിലിയർ മൂലം ഒരു കണക്ക് പറയുന്നത് ഏറെക്കുറെ ആനുകാലികമായ ഒരു കണക്ക്. മോഹൻസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യയിലെ അവയവദാന പ്രസ്ഥാനത്തിൽ തുറക്കപ്പെട്ട ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരുടെ ഒരു കണക്ക് ഏറെക്കുറെ ആനുകാലികം വിചാരിക്കാവുന്ന അവരുടെ കണക്കുകൾ പറയുന്നത്
ഒരേ ദിവസം ഇന്ത്യയിൽ 300 മരണങ്ങൾ ഓർഗൻ ഫെയിലിയർ മൂലം ഉണ്ടാവും. നമ്മൾ ഈ അവയവദാന ബോധവൽക്കരണം നടത്തുന്ന ഈ ഡിസംബർ 22-ാം തീയതി തന്നെ 300 പേര് ഇന്ത്യയിലെ ഓർഗൻ കിട്ടാത്തതുകൊണ്ട് ഓർഗൻ ഫെയിലിയർ മൂലം മരിക്കുന്നുണ്ട്. അതിന്റെ ഏകദേശം കണക്ക് ഒരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1,00,000-ന് മുകളിൽ മരണം, തടയാവുന്ന മരണം. എല്ലാ മരണങ്ങളും നമുക്ക് തടയാൻ സാധിക്കുന്നില്ല. ഇന്ത്യയിൽ ഒരു വർഷം നടക്കുന്ന 95 ലക്ഷം മരണങ്ങളില് 95 ലക്ഷം മരണം ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് 1 ലക്ഷം മരണം നമുക്ക് ഓർഗൻ ഫെയിലിയർ മൂലം ഉണ്ടാകുന്നതാണ്. ആ ഓർഗൻ ഫെയിലിയർ മൂലം ഉണ്ടാകുന്ന മരണങ്ങളിൽ ഈ അവയവം, സ്വീകരിക്കപ്പെടുന്ന അവയവം നമുക്ക് അവരുടെ വ്യക്തിയുടെ ജീവിതത്തെ ഗുണപരമായ രീതിയിൽ തന്നെ, ക്വാളിറ്റി മാത്രമല്ല, ഇറ്റ് ഇസ് നോട്ട് ആഡിങ് ഇയേഴ്സ് ലൈഫ്, ജീവിതത്തിൽ എത്ര വർഷങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നുള്ളതല്ല, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഗുണമേന്മയുള്ള വർഷങ്ങൾ, ഗുണമേന്മയുള്ള ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കൂട്ടിച്ചേർക്കപ്പെടുന്നു. പറ്റി അഭിനന്ദനയുടെയും ബഹുമാനപ്പെട്ട ജസ്റ്റിസിന്റെയും പ്രസംഗത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്ന് സ്പർശിക്കുക മാത്രമേ ചെയ്യുന്നു. ഒന്നാമത്തെ ആശങ്ക, ഈ അവയവം മാറ്റപ്പെടുന്നതോടെ സ്വന്തം ശരീരം വികൃതമായി പോകുമോ, അല്ലെ എൻ്റെ അപ്പൻ്റെ അല്ലെ അമ്മയുടെ സഹോദരൻ്റെ സഹോദരിയുടെ ഭൗതിക ശരീരം വികൃതമാക്കിപ്പോ മാറ്റപ്പെടുമോ എന്നൊരു ആശങ്ക നമുക്ക് പലപ്പോഴും ഉണ്ട്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ 85-86 കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ അന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം, അവിടുത്തെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ സെക്രട്ടറിയായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കം കുറിക്കാനായിട്ട് എനിക്ക് ഒരു ചെറിയ ഒരു പങ്കാളിയാകാൻ സാധിച്ചത് ഞാൻ ഓർക്കുകയാണ്. അന്നൊക്കെ ഈ കണ്ണ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ് അതിനുള്ള സമ്മതപത്രം ഒപ്പിടിപ്പിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഞങ്ങൾ ആൾക്കാരെ സമീപിക്കുമ്പോൾ അവരുടെ വലിയൊരു പേടി, ഈ കണ്ണങ്ങോട്ട് ചൂട് ചെലുത്തി കഴിഞ്ഞാൽ അത്രയും ഭാഗത്ത് വലിയൊരു ദ്വാരം ഒരു വികൃതമായി പോവുമോ, മുഖം വികൃതമായി പോവുമോ എന്നുള്ളൊരു ഭയാശങ്കകളുണ്ടായിരുന്നു. കണ്ണ് മാത്രമല്ല, ശരീരത്തിൻ്റെ ഒരവയവം എടുത്തുകൊണ്ട് നമ്മുടെ ശരീരം വികൃതമായി പോകുന്നേയില്ല. കണ്ണെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗം ശരിയായ രീതിയിൽ ഒരു സർജനാണ് എടുക്കുന്നത്, അല്ലാതെ വളരെ നിസ്സാരമായ രീതിയിലുള്ള ഒരു സർജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഹോസ്പിറ്റലിൽ അറിയിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റേതാണെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്ന് എടുക്കാനുള്ള സംവിധാനം വരെ ഉണ്ട്. ഒന്നും അറിയില്ല. ആ കൺട്രോളുകൾ ആ ഭാഗം നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കൺട്രോളുകൾ ഭംഗിയായിട്ട് ഉള്ളിൽ കൂടെ തുള്ളിച്ചേർത്ത് തുള്ളിൽ പുറത്തു പോലും കാണില്ല. ശാന്തമായി കണ്ണടച്ച് കിടക്കുന്നതായി മാത്രം ആയിരിക്കും പുറമെ കാണുന്ന കാഴ്ച. അതുപോലെ ഉള്ളിൽ നിന്നുള്ള ആന്തരിക അവയവങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കലും അതിനെ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് പോലുള്ള ചെറിയ സ്കാർ മാത്രമേ പുറമെ കാണാനുള്ളൂ. അല്ലാതെ മുഴുവൻ വികൃതമാകാത്ത രീതിയിൽ അത് മൃതദേഹത്തെ ഒരിക്കലും അനാദരിക്കുകയോ മൃതദേഹത്തിൻ്റെ ബാഹ്യമായ കാഴ്ചപ്പാടിന് ഒരു വൈരുദ്ധ്യവും ഉണ്ടാകുകയും ചെയ്യുന്നില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ ആദ്യം ഓർത്തിരിക്കുകയാണ്. ഒരു വലിയ ആശങ്ക, ഈ അവയവദാന സമ്മതപത്രമൊക്കെ എഴുതി ഒപ്പിടുമ്പോൾ ചിലർക്കെങ്കിലും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് അല്പം സംശയത്തോടെ എല്ലാം കാണുന്ന ഒരു രീതിയുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ എന്നുള്ള പരാതികൾ വരുന്നുണ്ടാവും. ഞങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായി. കുറെ കാലം മുമ്പ് ഒരു വ്യക്തിക്ക് എമർജൻസി ആയിട്ട് അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ആ അപ്പൻഡിക്സ് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് വളരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ടി വന്നു. ആ ഓപ്പറേഷൻ്റെ ഒരു സ്കാർ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ വ്യക്തിക്കൊരു മൂത്രാശയ സംബന്ധമായ രോഗം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബലമായ വിശ്വാസം ഈ അപ്പൻഡിക്സ് ഓപ്പറേഷൻ്റെ പേരിൽ കിഡ്നി ഡോക്ടർമാർ അടിച്ചു മാറ്റി വേറെ ആർക്കോ മറിച്ചു വിറ്റു എന്നൊക്കെയുള്ള പേരിൽ വലിയ പരാതി വഹിക്കുന്നതിൻ്റെ കോപ്പി മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ വന്നുള്ള കേസുകളൊക്കെയുണ്ട്. അപ്പം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പൊതുവെ ഒരുപക്ഷെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. കാര്യം തട്ടിപ്പുകളുടെ തലസ്ഥാനമാണ്, ലോക തലസ്ഥാനമാണ് കേരളം. ഏത് തട്ടിപ്പിനും നിന്നു കൊടുക്കുകയും ഏത് തട്ടിപ്പും ആസൂത്രണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൽ നമ്മൾ വളരെ മുമ്പിലായതുകൊണ്ട് ഈ അവയവദാനത്തിൻ്റെ പേരിൽ ഞാനെങ്ങാനും ഈ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ, എങ്ങാനും ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിൽ എനിക്ക് വേണ്ട ചികിത്സയൊന്നും തരാതെ ഈ അവയവം ഇതിൽ നിന്നും എടുത്ത് വേറൊരാൾക്ക് കൊടുക്കാനായിട്ടുള്ള ദുഷ്ടരാക്കളുടെ സ്വാർത്ഥ താല്പര്യത്തോടുകൂടി ഡോക്ടർമാർ അല്ലെ മെഡിക്കൽ രംഗത്ത് വരുന്ന അനാശാസ്യമായ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ചില തട്ടിപ്പുകൾ നടക്കുമോ, ഇത് ദുരുപയോഗപ്പെടുത്തുമോ, ശരിയായ ചികിത്സ കിട്ടാതെ ഈ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാതെ ഈ അവയവം എടുത്ത് വേറൊരാൾക്ക് കാത്തു നിൽക്കുന്ന മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ടുള്ള ധൃതിയിൽ വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടാതെ പോകുമോ, ഈ നിയമം ദുരുപയോഗപ്പെടുത്തുമോ, ഈ ഒരു എൻ്റെ വില്ലിങ്നെസ്, എൻ്റെ സമ്മതം, ഞാൻ കൊടുക്കുന്ന സമ്മതം ദുരുപയോഗപ്പെടുത്തുമോ എന്നൊക്കെ ആൾക്കാരെ സംശയിച്ചു പോകാറുണ്ട്. പക്ഷെ
പക്ഷെ അതിനാണ് നിയമം ഇടപെട്ടിരിക്കുന്നത്. ഹ്യൂമൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ടിലെ നിയമവ്യവസ്ഥകൾ വളരെ ശക്തമാണ്. അത് വളരെയധികം ഭംഗിയായിട്ട് പാലിക്കപ്പെടുന്നു എന്ന് ബഹുമാനപ്പെട്ട കോടതികൾ ഉറപ്പുവരുത്തുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഒരു സന്ദർഭത്തിൽ ആ വരുന്ന 2-3 മണിക്കൂറിന്റെ ഒരു താമസം, ഈ നിയമപരമായ നടപടികളൊക്കെ പൂർത്തിയാക്കാനായിട്ടുള്ള താമസം, ഈ ഓർഗൻ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സർജറി ചെയ്യാനായിട്ടുള്ള താമസം ഒക്കെ നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് തീർച്ചയായിട്ടും വലിയ തടസ്സമായിട്ട് കണക്കാക്കാനായിട്ടില്ല. പിന്നെ ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു വ്യക്തി സമ്മതപത്രം എഴുതി കൊടുത്താൽ പോലും ആ അവയവം സ്വീകരിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. ആ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി, എന്ത് രോഗം കൊണ്ടാണ് മരിക്കുന്നത്, ആ അവയവം ഏത് അവയവമാണോ ദാനം ചെയ്യപ്പെടേണ്ടത്, ആ അവയവത്തിന്റെ ആരോഗ്യം ഇതെല്ലാം കണക്കിലെടുത്തിട്ട് മാത്രമേ ഈ യഥാർത്ഥത്തിൽ ഇത് സാധ്യമാകൂ. അതുപോലെ കേരളത്തിലെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ട് തെക്കൻ മേഖലകളിൽ 7 ആശുപത്രികളും മധ്യ കേരളത്തിലെ 12 ആശുപത്രികളും, നമ്മൾ ഉൾപ്പെടുന്ന സെൻട്രൽ കേരളയിൽ 12 ആശുപത്രികളും, നോർത്ത് കേരളയിൽ 4 ആശുപത്രികളും, മൊത്തം 23 ആശുപത്രികൾ ഇതിനായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഏറ്റവും അടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജാണ്. അപ്പം അവിടെ ഉള്ള അതിനുള്ള സംവിധാനങ്ങൾ അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് ആശുപത്രിയിൽ വെച്ചാണ് ഈ മരണം നടക്കുന്നത്, അവിടെ നിന്നും നമ്മുടെ വില്ലിങ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേന്ദ്രത്തിൽ അറിയിച്ച് അവിടെ നിന്നുള്ള ടീം വന്ന് ഈ ഓർഗൻ ഹാർവെസ്റ്റ് നടത്തി അതിന് അനുവദനീയമായ ചില സമയപരിധികളുണ്ട്. ആ നിശ്ചിത സമയത്തിനുള്ളിൽ ഈ റെസിപ്പിയൻസ്, അതായത് ശ്രീകർത്താവ് ഏത് ഹോസ്പിറ്റലിലാണോ അവിടെ എത്തിച്ച് അത് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിന് നമുക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളോ ഒന്നും വരുന്നില്ല. ആ ഒരു ടൈം ഗ്യാപ്പ്, ഒരു ഈ നിയമ നടപടികളും ഓപ്പറേഷനൊക്കെ പൂർത്തിയാക്കാനായിട്ട് 3-4 മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അനാവശ്യമായിട്ട് നീട്ടിക്കൊണ്ട് പോകത്തില്ല. കാരണം ഈ ഓർഗനുകൾ ഇത്ര മണിക്കൂറിനുള്ളിൽ ഈ പുതിയ ശരീരത്തിൽ ചേർത്ത് പിടിപ്പിച്ചിരിക്കണമെന്നുണ്ട് എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ലിവർ ആണെങ്കിൽ 12 മണിക്കൂറിനുള്ളിൽ പിടിപ്പിച്ചിരിക്കണം. കിഡ്നിക്കാണെങ്കിൽ 48 മണിക്കൂർ. അപ്പോൾ ഒരിക്കലും ഇതിൽ കാലതാമസം ഉണ്ടാവില്ല. സമീപകാല നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് KNOS www.knos.org.in അത് ഞാനിവിടെ ഷാജിയോട് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റാണത്. അവിടെ മറ്റുള്ള ഡീറ്റെയിൽസും എവിടെയാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ടുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റാണ്. ഗവൺമെൻറ് ഓഫ് കേരളയുടെ അംഗീകാരമുള്ള വെബ്സൈറ്റാണ്, ആധികാരികമായ വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. 2-3 മിനിറ്റുകളിലൂടെ ഞാൻ അതിൻ്റെ ഒരല്പം ജൈവശാസ്ത്രപരമായ കാര്യങ്ങളെപ്പറ്റി പറയാനായിട്ട് എനിക്ക് ആധികാരികമായിട്ടുള്ള അറിയില്ല. പക്ഷെ ഞാൻ അതിപ്പോൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതേപ്പറ്റി ഒന്ന് പരാമർശം നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പറഞ്ഞത് തന്നെയാണ്. ഈ പുനരുദ്ധാരണം ചെയ്യപ്പെട്ട ശരീരത്തിൽ ഈ അവയവങ്ങളില്ലാത്ത ഒരാളായിട്ട് ഞാൻ സ്വർഗരാജ്യത്തിലോ അതോ നരകത്തിലോ നമുക്ക് അറിഞ്ഞില്ല. അപ്പം പോകേണ്ടി വരുമല്ലോ എന്നുള്ളത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ പലരും തമാശയായിട്ടും ചിലർ കാര്യമായിട്ടും തന്നെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെ ഓർത്തഡോക്സ് വേദശാസ്ത്രം അനുസരിച്ചിട്ട് ഈ ഭൗതിക ശരീരം കൊണ്ടല്ല നമ്മൾ പരീക്ഷയിലോ സ്വർഗരാജ്യത്തിലോ ഒന്നും പോകും. അത് വെസ്റ്റേൺ കൗൺസിൽ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മരണവീടുകളിലൊക്കെ വായിക്കുന്ന വേദഭാഗം തന്നെയാണ്. 1 Corinthians 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഭൗതിക ശരീരം വേറെ, ആത്മീയ ശരീരം വേറെ. മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിനകത്ത് കിഡ്നിയും നമ്മുടെ അവയവമൊന്നുമില്ല. അത് ആത്മീയ ശരീരമാണ്. ആത്മീയ ശരീരമാണ് പുനരുദ്ധാനം ചെയ്യുന്നത്. അവിടെ ഒരാൾക്ക് എന്തെങ്കിലും അപകടത്തിൽ ഒരാൾക്ക് കയ്യോ കാലോ കുറച്ച് മാറ്റപ്പെട്ടത് കൈയില്ലാത്ത ആളായിട്ടോ കാലില്ലാത്ത ആളായിട്ടോ അല്ല സ്വർഗരാജ്യത്തിൽ പോകുന്നത്. വീഴ്ചയ്ക്ക് മുമ്പേ ഉള്ള അവസ്ഥ, പൂർണ്ണതയുടെ അവസ്ഥ, മഹത്വീകരിക്കപ്പെട്ട ശരീരം, ആത്മീയ ശരീരം, അതിനെപ്പറ്റി മാത്രം നമ്മൾ പരിഭവിച്ചാൽ മതി. നമ്മൾ ചെയ്ത പാപങ്ങളും നമ്മൾ ചെയ്ത തിന്മകളും ഒക്കെ നമ്മളോടുകൂടി മണ്ണി ചേർന്ന് പോവുകയാണ്. സഹോദരന് വേണ്ടി മരിക്കുന്ന, സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കുന്ന അഗപ്പയിലാവും. അതാണ് നമ്മുടെ രക്ഷകനായ മെസ്സിയ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ക്രൂശിൽ ചൊരിഞ്ഞ രക്തവും ശരീരവും. അത് വിശുദ്ധ കുർബാനയിൽ കൂടെ അനുഭവിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രതീകങ്ങളല്ല നമ്മൾ അനുഭവിക്കുന്നത്. സാക്ഷാൽ ശരീരവും സാക്ഷാൽ രക്തവും അനുഭവിക്കുന്ന ഓർത്തഡോക്സ് വിശ്വാസത്തിലെ. അപ്പം നമ്മളൊക്കെ അവയവദാനത്തിന്റെ ഏറ്റവും വലിയ സ്വീകർത്താക്കളാണ്. എല്ലാ പ്രാവശ്യവും നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ
ക്രിസ്തുവിന്റെ ശരീരം മൊത്തമായിട്ട് അവരുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന വ്യക്തികൾ എന്നുള്ള രീതിയിൽ മറ്റേത് ചർച്ചിനേക്കാളും മറ്റേത് മതവിഭാഗത്തെക്കാളും കൂടുതൽ ഈ അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതും അത് ചെയ്യുന്നതും നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഏറ്റവും വലിയൊരു മാർഗമാണ്. നമ്മളായിരിക്കും അതിന് മുന്നിൽ നിൽക്കുന്നത്, നമ്മളായിരിക്കും അതിന് മാതൃക കാണിച്ചു കൊടുക്കുന്നത്. ഇവിടുത്തെ വിവിധ പ്രസ്ഥാനക്കാരത് ഒരു എല്ലാവരും ചെയ്യുന്നു. അതുകൊണ്ട് പയ്യപ്പാലപ്പള്ളിയിലെ വിവിധ പ്രസ്ഥാനം ചെയ്യുന്നു, നെടുമദ്രാസനത്തിലെ വിവിധ പ്രസ്ഥാനം ചെയ്യുന്നു എന്നുള്ളതല്ല. ഓർത്തഡോക്സ് ക്രൈസ്തവ സാക്ഷ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാത്തമായിട്ടുള്ള ഒരു മാതൃകയും സാക്ഷ്യവും ലക്ഷ്യവും ഒക്കെയാണ് അവയവദാനം. യാതൊരു ശങ്കയില്ലാതെ നമ്മൾ ചെയ്യണം. ദുഃഖവെള്ളിയാഴ്ചത്തെ നമസ്കാരത്തിൽ നമ്മൾ ഒരുപാട് ആവർത്തിച്ചു. ഈ ചെറിയ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അവയവദാനത്തിനുള്ള ഒരു ഒരുക്കം അത് ചാരിറ്റിയെ ബേസ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ക്രൈസ്തവർ എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ ധർമ്മമാണ്. അത് ഏറ്റവും വലിയ ചുമതലയാണെന്നുള്ളത് മനസ്സിലാക്കി അവയവദാനം ഒരു കടലാസ് പൂരിപ്പിച്ചു കൊടുത്ത് ഇവിടെ അവയവദാനത്തിൻ്റെ ഫോമൊക്കെ ഞാൻ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഏത് പ്രസ്ഥാനങ്ങളിൽ അത് ലഭിക്കും. എല്ലാവരും തന്നെ അത് ചെയ്യണമെന്നാണ്. ഈ പ്രായം കൊണ്ടോ അസുഖം കൊണ്ടോ ഒക്കെ നമ്മുടെ അവയവങ്ങളിലാവുന്ന ഡോക്ടർമാർ പഠിച്ചോളൂ. രണ്ടാമതൊന്നും എടുക്കില്ല. അങ്ങനെ മരണശേഷമെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ പറ്റാവുന്നത് രക്തദാനവും ഒക്കെ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആവശ്യം വന്നാലും കിഡ്നിദാനം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് കേരളത്തിൽ ധാരാളമുണ്ട്. അപ്പം അത് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ തീരുമാനം നമ്മൾ എടുക്കാനായിട്ട് സാധിക്കണം. അതിന് മുൻകൈ എടുത്ത ബഹുമാനപ്പെട്ട ഷാജിസിനെ, നിലവിളത്തെ ഈ പനയമ്പാല സെന്റ് മേരീസ് പള്ളിയിലെ വിവിധ പ്രസ്ഥാന ഭാരവാഹികളെയും അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കതിനുള്ള അവസരം തന്ന ഇന്ന് ഗീതിയോളജിയുടെ ഈ ഞായറാഴ്ച വളരെയധികം അത് ബഹുമാനപ്പെട്ട സൂചിപ്പിച്ചു. തലമുറകളെ പറ്റി, വംശാവലിയെ പറ്റി പറയുന്ന ഞായറാഴ്ച തന്നെ നമുക്കിതേപ്പറ്റി തീരുമാനിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മറ്റൊരാളിലേക്ക് കൈമാറുകയാണ്. പാസ്സോട്ടത്തിലെ നമ്മുടെ ജീവിതം, നമ്മുടെ ജീവൻ മറ്റൊരാളിലേക്ക് കൈമാറുകയാണ്. തലമുറകളുടെ ഞായറാഴ്ച ഈ സബ്ജക്ട് ഗീനിയോളജി വംശാവലിയുടെ ഞായറാഴ്ച തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഇടയായ വലിയ അർത്ഥവത്താണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സംശയ നിവാരണം എന്ന് പറഞ്ഞൊരു ഈ നോട്ടീസിൽ കാണുന്നുണ്ട്. സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞാൻ തയ്യാറാണ്. അത് ഭാരവാഹികൾ തീരുമാനിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. നമസ്കാരം. തിരുവനന്തപുരം വേദിയിൽ പുരുഷരായിരിക്കുന്ന മറ്റു വ്യക്തികളിൽ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പനയമ്പാലങ്ങൾക്ക് കൂട്ടായ്മയിൽ ഒരു നവചൈതന്യമാണ് ഇത്. വർത്തമാനകാലത്തിന്റെ കരുത്തും ഭൂതകാലത്തിന്റെ കർമ്മശേഷിയും കൂടിച്ചേർന്നപ്പോൾ ഒരു കൽപ്പൊടിമരം പൗരസ്ത്യ ദേശത്ത് തന്നെ ആദ്യമായി ഒരു കരിങ്കൽ പാറയിറക്കി ഒരു കൽപ്പൊടിമരം പടുത്തുയർത്തുവാൻ നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന് സാധിച്ചു. അഭിമാനത്തിന്റെ നിമിഷമാണ് ഇത്. ഇതിൽ ഞങ്ങളുടെ വഴികാട്ടിയായി ഞങ്ങൾക്ക് പ്രചോദനമായി മാറിയ മുൻകാല പ്രസ്ഥാനങ്ങളുടെ വളരെ വലിയ സഹകരണമുണ്ട്. അവരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ കൂട്ടായ്മയുടെ ഈ വേളയിൽ മേഖലാതല അവയവദാന ബോധവൽക്കരണമായിരുന്നു ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ മുഖ്യ വിഷയം. ഞാൻ എന്റെ കർത്തവ്യത്തിൽ കടന്നു. ഇന്നത്തെ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും ഇന്നത്തെ സമ്മേളനം നല്ല രീതിയിൽ നയിക്കുകയും ചെയ്ത നമ്മുടെ അഭിമന്യ ഡോക്ടർ മാസിസ്മാസേവന് ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ നാമത്തിലും ഇടവകയുടെ നാമത്തിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും നല്ല ഒരു ഉദാത്ത മാതൃകയായി പ്രസ്ഥാനത്തിനും മാതാപിതാക്കൾക്കും നമ്മുടെ സഭയ്ക്കും ഉദാത്ത മാതൃകയായി വിളങ്ങുന്ന ബഹുമാനപ്പെട്ട സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ശ്രീ ജേക്കബ് ബെഞ്ചമിൻ ഘോഷിക്ക് ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെയും ഇടവകയുടെയും നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തി തെരഞ്ഞെടുപ്പുകളിൽ വന്ന് സംബന്ധിച്ച ഡോക്ടർ എൻ ജയരാജൻ വേദിയിൽ വിടവാങ്ങി അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പ്രസാദിനെ നന്ദി അറിയിക്കുന്നു. വീണ്ടും നന്ദി അറിയിക്കേണ്ടത് യുവജന പ്രസ്ഥാനത്തിന് വഴികാട്ടിയായി, കരുത്തുറ്റ സ്നേഹിതനായി, കൂട്ടാളിയായി കൂടെ നിന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഷാജീഷൻ വർഗീസ് ജോണച്ചന് യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു.
ഇടവക യുവജന പ്രസ്ഥാന മുൻകാല സെക്രട്ടറിമാരെ ആദരിക്കുന്ന ഒരു പരിപാടി ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ അവതരണം നടത്തി ഭദ്രാസന ട്രഷററായി ഭദ്രാസന കൗൺസിൽ അംഗമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവരും പിന്തുണയും നൽകിയ ഈ മാനേജിംഗ് കമ്മിറ്റിയുടെ സ്നേഹമാണ് ഈ കരിങ്കൽ കൊടിമരം ഇവിടെ ഉയരുവാൻ സാധിച്ചത്. എല്ലാ മാനേജിംഗ് കമ്മിറ്റികൾക്കും നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം ആ മാനേജിംഗ് കമ്മിറ്റിയെ നയിക്കുന്ന ഇടവക ട്രസ്റ്റി ശ്രീ സുനിൽ കെ ഈശോയ്ക്ക് എല്ലാവിധ നന്ദിയും ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ നാമത്തിൽ അർപ്പിക്കുന്നു. മുൻകാല സെക്രട്ടറിമാരെ ആദരിച്ചപ്പോൾ മറുപടി പ്രസംഗം നടത്തിയ ഞങ്ങളുടെ പ്രഥമ ജോയിന്റ് സെക്രട്ടറി ശ്രീ കെ വി ജോൺ കൊല്ലംകുടിക്ക് ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ആശംസ പ്രസംഗം നടത്തിയ വൈസ് പ്രസിഡന്റ് ധരണം ഭദ്രാസന യുവജന പ്രസ്ഥാനം റോമൻ ഫാദർ ജോൺ ചാക്കോച്ചൻ, ജനറൽ സെക്രട്ടറി ധരണം ഭദ്രാസന ശ്രീ മത്തായി വർഗീസ്, ഞങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങളുടെ ഓർമ്മ അഗ്രവിച്ച ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് റജി സക്രിയ, ഏവരെയും നന്ദിയോടെ യുവജന പ്രസ്ഥാനം സേവിക്കുന്നു. യുവജന പ്രസ്ഥാന മേഖലാതല അഭിപ്രദാന ബോധവൽക്കരണത്തിൽ അഭിപ്രദാന ബോധവൽക്കരണം നന്നായി നടത്തുകയും ആ ബോധവൽക്കരണം കാര്യക്ഷമമായി നടത്തി അതിനുള്ള ആശയങ്ങൾ പകർന്നു നൽകിയ മാനസികാരോഗ്യ വകുപ്പ് മേധാവി മെഡിക്കൽ കോളേജ് ആലപ്പുഴ ഡോക്ടർ വർഗീസ് കുഞ്ഞു സാറിന് ഇടപെടൽ യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. പിന്നീട് നന്ദി അറിയിക്കേണ്ടത് ഈ സദസ്സിനെ ധന്യമാക്കിയ എല്ലാ മാതാപിതാക്കളോടും സഹോദരി സഹോദരങ്ങളുമാണ്. ഏവർക്കും നന്ദി അറിയിക്കുന്നു. വിമർശനത്തോടും കരുത്തിന്റെ വാക്കുകൾ കൊണ്ടും ഞങ്ങൾക്ക് പിന്തുണ നൽകിയ ഏവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഒറ്റ വാക്ക് കൂടി, വാഹനങ്ങളുടെ കണ്ണാടി ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: ഒബ്ജക്റ്റ് അപ്പിയർ. വിമർശകരോടുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം അവിടെ പറയുന്നത് കണ്ണാടിയിൽ കാണുന്ന വസ്തുക്കൾ നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇടവക യുവജന പ്രസ്ഥാനം കൂട്ടായ്മയുടെ കരുത്താണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇടവക യുവജന പ്രസ്ഥാനം നിങ്ങൾ ഏവരും കാണുന്നതിനേക്കാൾ ഇടവകയോടടുത്താണ്, ഇടവക ഭരണസമിതിയോടടുത്താണ്, എല്ലാത്തിനോടും അടുത്താണ്. ഇടവക യുവജന പ്രസ്ഥാനത്തിനെ വളർത്തിയ ഏവരെയും സ്മരിക്കുന്നതിനോടൊപ്പം ഇനിയും ഈ പിന്തുണ, ഈ കൂട്ടായ്മ ഏവരിലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്റെ കാര്യങ്ങൾ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വന്നിട്ടുള്ള എല്ലാവർക്കും ഉച്ചവർഷം കെട്ടിവെച്ച് അതുപോലെ സാധിക്കുന്നില്ല ശുശ്രൂഷ ചെയ്യുക. ഈ പ്രോഗ്രാം എല്ലാം എല്ലാ ആളുകളും ആദ്യം ക്ഷണിച്ചതും അറേഞ്ച് ചെയ്തതും പോകാനുള്ള ശൈലി വെച്ചതാണ്. ചിലർക്കുള്ള നന്ദി ഏർപ്പാട് എത്ര പറഞ്ഞാലും അറിയാതില്ല. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥലമാണ് പ്രാദേശിക ഉണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം പ്രോഗ്രാമിൽ രണ്ട് വലിയ സെഷൻ വളരെ അനുഭവത്തിലൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സമീപിക്കുന്നു. അവരെ നന്ദിയോടെ ഈ സമയത്ത്